ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ യാത്ര തിരിക്കുന്നത് കേരളത്തിൻ്റെ പച്ചപ്പാർന്ന മലനിരകളിലേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 1930കളിലെ തിരുവിതാംകൂർ മലയോരങ്ങൾ. ഇന്നത്തെ പോലെ കോൺക്രീറ്റ് കാടുകളല്ല, മറിച്ച് കോടമഞ്ഞും കാട്ടരുവികളും മാത്രം കൂട്ടിനുള്ള ഒരിടം. മലയാളികളുടെ മനസ്സിൽ പ്രണയത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും വലിയൊരു മുറിപ്പാടുണ്ടാക്കിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ രമണൻ എന്ന കാവ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മലയാള കവിതയിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ എന്ന് ഇതിനെ വിളിക്കാം. ഇതിലെ നായകൻ രമണൻ വെറുമൊരു സാങ്കല്പിക കഥാപാത്രമല്ല, മറിച്ച് ചങ്ങമ്പുഴയുടെ ഉറ്റ സുഹൃത്തും കവിയുമായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ജീവിതം തന്നെയാണ് ഇതിനാധാരം. ഈ കഥയിൽ പ്രകൃതിയുടെ നിഷ്കളങ്കതയും മനുഷ്യൻ്റെ ക്രൂരമായ ജാതിമത ചിന്തകളും തമ്മിലുള്ള പോരാട്ടമുണ്ട്. കാടിൻ്റെ മക്കളുടെ സംഗീതവും പണത്തിൻ്റെ ഹുങ്കും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ട്. ഇതൊരു സാധാരണ പ്രണയകഥയല്ല. ആത്മാർത്ഥമായ സൗഹൃദവും ചതിക്കപ്പെട്ട പ്രണയവും ഒടുവിൽ കരളലിയിക്കുന്ന ഒരന്ത്യവും ഇതിലുണ്ട്. ഒരുപക്ഷെ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രണയത്തെയും സൗഹൃദത്തെയും കാണുന്ന രീതി തന്നെ മാറിയേക്കാം. നിങ്ങൾ ഈ ഒരു ദൃശ്യം സങ്കല്പിക്കുക. ഉച്ചതിരിഞ്ഞ നേരം മലനിരകളിൽ തങ്ങി നിൽക്കുന്ന നേർത്ത മൂടൽമഞ്ഞ്, ദൂരെ എവിടെ നിന്നോ ഒഴുകി വരുന്ന ഒരു ഓടക്കുഴൽ വിളി, ആ സംഗീതം കേട്ട് കാറ്റും മരങ്ങളും പോലും നിശബ്ദമാകുന്ന സമയം. ആ സംഗീതത്തിൻ്റെ പിന്നിലെ വികാരവും വേദനയും എന്താണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ അറിയാൻ പോവുകയാണ്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് സഹ്യപർവ്വതത്തിൻ്റെ മനോഹരമായ താഴ്വരയിലാണ്. ഇവിടെ സമയം സാവധാനമാണ് നീങ്ങുന്നത്. തിരക്കുകളില്ല, ബഹളങ്ങളില്ല, ട്രാഫിക് ബ്ലോക്കുകളില്ല, എങ്ങും പച്ചപ്പ് മാത്രം. ഈ മലനിരകളുടെ ഭംഗി ആസ്വദിച്ച് ആടുകളെ മേയിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, രമണൻ. അവനെ കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോകും. അത്രയ്ക്ക് ഐശ്വര്യമുള്ള മുഖമാണ് അവൻ്റേത്. വലിയ വിദ്യാഭ്യാസമോ പണമോ ഒന്നും അവനില്ല. പക്ഷേ അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഓടക്കുഴലുണ്ടാകും. അതുകൊണ്ടവൻ തീർക്കുന്ന സംഗീതം കേട്ടാൽ സ്വർഗത്തിൽ നിന്നുള്ള ഗന്ധർവന്മാർ പോലും അസൂയപ്പെട്ടു പോകും. രമണൻ തനിച്ചല്ല, അവൻ്റെ നിഴൽ പോലെ, അല്ലെങ്കിൽ അവനേക്കാൾ അധികം അവനെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, മദനൻ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് സൗഹൃദങ്ങൾ പോലെയല്ല. പരസ്പരം മിണ്ടാതെ തന്നെ മനസ്സിലെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന അത്രയും ആഴമുള്ള ബന്ധമാണത്. രമണൻ അല്പം സ്വപ്നലോകത്ത് ജീവിക്കുന്ന, കവിതയും പാട്ടുമൊക്കെയായി നടക്കുന്ന പ്രകൃതക്കാരനാണെങ്കിൽ മദനൻ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയുള്ള, എന്നാൽ രമണന്റെ സന്തോഷത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കൂട്ടുകാരനാണ്. ഇരുവരും കാട്ടിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇരിക്കുകയാണ്. ചുറ്റും ശാന്തമായ അന്തരീക്ഷം. ആടുകൾ അങ്ങിങ്ങായി പുല്ലു തിന്നുന്നു. അവയുടെ കഴുത്തിലെ മണികൾ കിലുങ്ങുന്ന ശബ്ദം ഇടയ്ക്കിടെ കേൾക്കാം. അതല്ലാതെ വേറെ ശബ്ദങ്ങളൊന്നുമില്ല. രമണൻ പതിവ് പോലെ പ്രകൃതിയുടെ ഭംഗിയിൽ ലയിച്ചിരിക്കുകയാണ്. അവൻ ഈ മലകളും പൂക്കളും കാറ്റുമൊക്കെ ജീവനുള്ള മനുഷ്യരെ പോലെയാണ്. ഒരുപക്ഷെ മനുഷ്യരെക്കാൾ അവന് വിശ്വാസം ഈ കാടിനെയാണ്. അവൻ മദനനോട് പറയുന്നു, നോക്കു മദന, ഈ മലനിരകൾ എത്ര സുന്ദരമാണ്. ഇവിടെയുള്ള ഓരോ പൂവിനും എന്തൊരു ഗന്ധമാണ്. ഈ കാറ്റ് നമ്മളോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നില്ലേ? മദനൻ ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. അവനറിയാം തൻ്റെ കൂട്ടുകാരൻ കവി ഹൃദയമുള്ളവനാണെന്ന്. ശരിയാണ് രമണ, ഈ കാട് മനോഹരമാണ്. പക്ഷെ നീ ഈ കാടിൻ്റെ ഭംഗി കണ്ടിങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് വിശക്കുന്നില്ലേ? ഉച്ചയായില്ലേ എന്ന് മദനൻ തമാശ രൂപേണ ചോദിക്കുന്നു. രമണന് വിശപ്പ് പോലും ഓർമ്മയില്ല. അവൻ്റെ മനസ്സ് നിറയെ സംഗീതമാണ്. അവൻ തൻ്റെ ഓടക്കുഴലെടുത്ത് ചുണ്ടോട് ചേർക്കുന്നു. പിന്നെ അവിടെ ഒഴുകുന്നത് ഒരത്ഭുതമാണ്. രമണൻ പാടുമ്പോൾ കാട്ടിലെ കിളികൾ പോലും നിശബ്ദരായി അത് കേൾക്കുമെന്ന് തോന്നും. ആ പാട്ടിൽ മലയടിവാരത്തിലെ ജീവിതത്തിൻ്റെ ലാളിത്യവും പ്രകൃതിയോടുള്ള സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു. അവനൊരു സാധാരണ ഇടയനായിരിക്കാം, പക്ഷേ അവൻ്റെ ചിന്തകൾക്ക് രാജാക്കന്മാരെക്കാൾ ഉയരമുണ്ട്.
കാട്ടിലെ ഓരോ മരച്ചില്ലയും അവന് പരിചിതമാണ്. ഏത് പാറയുടെ മുകളിലിരുന്നാലാണ് നല്ല കാറ്റ് കിട്ടുക, ഏതരുവിയിലെ വെള്ളത്തിനാണ് കൂടുതൽ തണുപ്പ് എന്നൊക്കെ അവന് മനപ്പാഠമാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണങ്ങൾ കേട്ടാൽ രസമാണ്. വലിയ തത്വശാസ്ത്രങ്ങളൊന്നുമല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇന്നലെ കണ്ട ആ മുയൽക്കുഞ്ഞ് എവിടെ പോയി കാണും, അല്ലെങ്കിൽ ഇന്ന് ആകാശത്തിന് എന്താ ഇത്ര നീല നിറം തുടങ്ങിയ ചോദ്യങ്ങൾ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഫോണിൽ നോക്കി നടക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ആ ചെറിയ സന്തോഷങ്ങൾ ഇവർ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ്. മദനൻ പലപ്പോഴും രമണനെ ഓർമ്മിപ്പിക്കാറുണ്ട്, നീ ഈ ലോകത്തെ ഇത്രയധികം സ്നേഹിക്കരുത്, അത് നിനക്ക് വേദന മാത്രമേ തരൂ എന്ന്. പക്ഷേ രമണൻ അത് മനസ്സിലാകില്ല. അവന് സ്നേഹിക്കാനേ അറിയൂ, വെറുപ്പെന്താണെന്ന് അവനറിയില്ല. രമണന്റെ വേഷം വളരെ ലളിതമാണ്. മുഷിഞ്ഞതെങ്കിലും വൃത്തിയുള്ള വസ്ത്രങ്ങൾ, തലയിൽ ഒരു ചെറിയ കെട്ട്. വേലുകൊണ്ട് കരുവാളിച്ച നിറമാണെങ്കിലും അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ട്. ആ കണ്ണുകളിൽ നോക്കിയാൽ ആർക്കും അവനോട് സ്നേഹം തോന്നും. മദനനാകട്ടെ രമണന്റെ ഈ നിഷ്കളങ്കത കാണുമ്പോൾ പേടിയാണ്. ഈ ലോകമത്ര നല്ലതല്ലെന്നും പാവങ്ങളെ മുതലെടുക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാർ പുറത്തുണ്ടെന്നും മദനൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ രമണനെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് സംരക്ഷിക്കുന്നത്. കാടിൻ്റെ വന്യത ഇവർക്കൊരു പ്രശ്നമേ അല്ല. കാട്ടാനകളെയോ പുലികളെയോ ഇവർക്ക് പേടിയില്ല. കാരണം ഇവർ പ്രകൃതിയുടെ നിയമങ്ങളനുസരിച്ചാണ് ജീവിക്കുന്നത്. കാടിനെ നോവിക്കാതെ കാടിൻ്റെ മക്കളായി അവർ അവിടെ കഴിയുന്നു. അവർക്ക് എയർ കണ്ടീഷണറോ ഫാനോ ആവശ്യമില്ല. മരങ്ങൾ വീശുന്ന സ്വാഭാവികമായ കാറ്റുമതി അവർക്ക് തണുക്കാൻ. വിശക്കുമ്പോൾ കാട്ടിലെ നെല്ലിക്കയോ മറ്റു പഴങ്ങളോ പറിച്ചു തിന്നും. ദാഹിക്കുമ്പോൾ തെളിനീരുറവയിലെ വെള്ളം കുടിക്കും. ഇതാണ് അവരുടെ സ്വർഗം. ഈ സ്വർഗത്തിലേക്ക് അധികം വൈകാതെ തന്നെ ഒരു കൊടുങ്കാറ്റ് കടന്നുവരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. ഈ മലനിരകൾക്കപ്പുറം വേറൊരു ലോകമുണ്ട്, കപടതയുടെയും പൊയ്മുഖങ്ങളുടെയും ലോകം. ആൾക്കൂട്ടത്തിനിടയിലും മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന നഗരങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് രമണൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവനതൊന്നും ഒട്ടും താൽപ്പര്യമുള്ള കാര്യങ്ങളല്ല. മദനൻ പലപ്പോഴും പറയും, രമണ, നമ്മൾ ഈ കാട്ടിൽ ജനിച്ചത് എത്ര നന്നായി. അവിടെ താഴെ മനുഷ്യർ പണത്തിനു വേണ്ടി പരസ്പരം കഴുത്തറുക്കുകയാണ്. ഇവിടെ നമുക്ക് ആരെയും പേടിക്കണ്ട. അത് കേൾക്കുമ്പോൾ രമണൻ വെറുതെ ചിരിക്കും. അവന് മനുഷ്യരെ വെറുക്കാനറിയില്ലല്ലോ. ആരെങ്കിലും സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ സ്വന്തം ജീവൻ വരെ എടുത്തു നൽകുന്ന പ്രകൃതമാണ് അവൻ്റേത്. ഈ അമിതമായ നന്മ തന്നെയാണ് അവനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അപകടവുമെന്ന് മദനൻ ഭയപ്പെടുന്നു. സമയം മെല്ലെ നീങ്ങുന്നു. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചായാൻ തുടങ്ങുന്നു. ആകാശത്ത് ചെമ്മാനത്തിൻ്റെ വിസ്മയം. മേഘങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മികൾ സ്വർണ്ണ നൂലുകൾ പോലെ താഴേക്കിറങ്ങുന്നു. രമണൻ തൻ്റെ ഓടക്കുഴൽ മടിയിൽ വെച്ച് മദനൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അവനെന്തോ ഒരു അകാരണമായ സങ്കടം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലോ. വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ നിഴൽ നേരത്തെ തന്നെ നമ്മുടെ മനസ്സിനെ വന്ന് തൊടും. എന്താ മദന, ഇന്ന് കാറ്റിന് വല്ലാത്തൊരു തണുപ്പ്. ഈ പൂക്കൾക്ക് എന്നത്തെയും പോലെ തെളിച്ചമില്ലാത്തതുപോലെ തോന്നുന്നു, രമണൻ പറയുന്നു. മദനൻ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നു. നിനക്ക് വെറുതെ തോന്നുന്നതാടാ. നീ ഈ പാട്ടും കവിതയുമൊക്കെയായി നടക്കുന്നതുകൊണ്ടാണ് നിന്റെ മനസ്സിങ്ങനെ എപ്പോഴും ആടിയുലയുന്നത്. നീ കുറച്ചുകൂടി ധൈര്യമായിരിക്കണം. മദനൻ്റെ വാക്കുകൾക്ക് ഒരു ജ്യേഷ്ഠൻ്റെ കരുതലുണ്ട്. അവൻ രമണനെ നോക്കുന്നത് വെറുമൊരു കൂട്ടുകാരനെ പോലെയല്ല, മറിച്ച് ഒരു പിതാവ് തൻ്റെ മകനെ നോക്കുന്നത് പോലെയാണ്. രമണൻ്റെ നിഷ്കളങ്കമായ മനസ്സ് ഒരു കണ്ണാടി ചില്ലുപോലെയാണെന്ന് അവനറിയാം. ഒന്നു തട്ടിയാൽ അത് തകർന്നു പോകും. ഇവരിയ്ക്കുന്ന പാറക്കെട്ടിന് താഴെ ചെറിയൊരരുവിയുണ്ട്. തെളിഞ്ഞ വെള്ളം കല്ലുകളിൽ തട്ടി ചിതറിയൊഴുകുന്നു. ആ ശബ്ദത്തിന് ഒരു താളമുണ്ട്. രമണൻ ആ താളം ശ്രദ്ധിച്ചിരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയാണ് അവൻ്റെ ഗുരു. കാട്ടിലെ മുളങ്കാടുകൾ ഉരസുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നാണ് അവൻ സംഗീതം പഠിച്ചത്. കിളികളുടെ കുറുകലിൽ നിന്നാണ് അവൻ പ്രണയമെന്താണെന്ന് അറിഞ്ഞത്. പുഴയുടെ ഒഴുക്കിൽ നിന്നാണ് ജീവിതം മുന്നോട്ടു പോകാനുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കിയത്. പക്ഷേ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളും ജാതി വ്യവസ്ഥകളും അവന് അപരിചിതമാണ്. അവനറിയുന്ന ഒരേയൊരു നിയമം സ്നേഹം മാത്രമാണ്. അന്നു വൈകുന്നേരം അവർ ആടുകളെ തിരികെ കൂട്ടിലേക്ക് നയിക്കാൻ തയ്യാറെടുക്കുന്നു. മദനൻ മുന്നിൽ നടക്കുന്നു, രമണൻ പുറകെയും. രമണൻ്റെ മനസ്സിൽ അപ്പോഴും ആ പഴയ പാട്ടിൻ്റെ വരികൾ തങ്ങി നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അവൻ തിരിഞ്ഞു നോക്കുന്നു, ആരെങ്കിലും തന്നെ വിളിക്കുന്നുണ്ടോ എന്ന് സംശയിച്ച്. കാടിൻ്റെ നിശബ്ദതയിൽ സ്വന്തം കാലച്ച പോലും അവനെ പേടിപ്പെടുത്തുന്നു. എടാ, വേഗം നടക്ക്, ഇരുട്ടായാൽ വഴി കാണില്ല, മദനൻ വിളിച്ചു പറയുന്നു.
രമണൻ വേഗത്തിൽ നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് അവിടെയല്ല. യഥാർത്ഥത്തിൽ ഈ മലനിരകൾ വെറുമൊരു പശ്ചാത്തലമല്ല. ചങ്ങമ്പുഴയുടെ ഈ കവിതയിൽ പ്രകൃതി ഒരു കഥാപാത്രം തന്നെയാണ്. രമണന്റെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരുന്ന ഒരേ ഒരു കൂട്ട് ഈ പ്രകൃതിയാണ്. നഗരത്തിൽ ജീവിക്കുന്നവർക്ക് AC മുറികളിലെ തണുപ്പ് മാത്രമേ അറിയൂ. പക്ഷേ ഇവർക്ക് മഞ്ഞുകാലത്തെ കോടമഞ്ഞിൻ്റെ തണുപ്പും വേനൽക്കാലത്തെ കാട്ടുപൂക്കളുടെ ഗന്ധവും സുപരിചിതമാണ്. അവരുടെ ജീവിതം ലളിതമാണ്, പക്ഷേ സമ്പന്നമാണ്. പണം കൊണ്ടല്ല, അനുഭവങ്ങൾ കൊണ്ട്. അങ്ങനെ ആ പകൽ അവസാനിക്കുകയാണ്. മലമടക്കുകളിൽ ഇരുട്ട് പരന്നു തുടങ്ങുന്നു. ദൂരെ ഗ്രാമങ്ങളിൽ വിളക്കുകൾ തെളിയുന്ന കാഴ്ച നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ കാണാം. രമണനും മദനനും തങ്ങളുടെ കൊച്ചുകുടിലിലേക്ക് മടങ്ങുന്നു. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. നാളെ ഉദിക്കുന്ന സൂര്യൻ രമണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്കാണ് വെളിച്ചം വീശാൻ പോകുന്നത്. ഒരുപക്ഷെ ആ രാത്രി രമണൻ കണ്ട സ്വപ്നങ്ങളിൽ നിറയെ നിറമുള്ള പൂക്കളും മനോഹരമായ മുഖങ്ങളുമായിരുന്നിരിക്കാം. പക്ഷേ വിധിയുടെ തിരക്കഥയിൽ അടുത്ത പേജിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു കഥയാണ്. അതവനെ സന്തോഷിപ്പിക്കുമോ അതോ തകർക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. പിറ്റേന്ന് രാവിലെ മലനിരകൾ ഉണരുന്നത് പതിവിലും തെളിച്ചമുള്ള ഒരു സൂര്യപ്രകാശത്തിലേക്കാണ്. രമണൻ പതിവ് പോലെ തൻ്റെ ഓഫീസിലേക്ക്, അതായത് ആ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് എത്തിച്ചേരുന്നു. ഇന്ന് മദനൻ കൂടെയില്ല. അവൻ ആടുകൾക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അല്പം ദൂരേക്ക് പോയിരിക്കുകയാണ്. രമണൻ തനിച്ചാണ്. തനിച്ചെന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി സല്ലപിക്കാൻ അവന് കിട്ടിയ ഒരു സുവർണ അവസരം. അവൻ കാട്ടിലെ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ പറിച്ചു കൂട്ടുകയാണ്. അവന് പൂക്കളോട് വല്ലാത്തൊരു പ്രണയമാണ്. ഓരോ പൂവിനും ഓരോ പേരിട്ട് അവയോട് കിന്നാരം പറഞ്ഞാണ് അവൻ്റെ നടപ്പ്. അവൻ്റെ വിരലുകൾക്കിടയിൽ പല നിറത്തിലുള്ള കാട്ടുപൂക്കൾ ഒരു പൂക്കാലം തന്നെ തീർത്തിരിക്കുന്നു. പെട്ടെന്നാണ് ആ കാടിൻ്റെ നിശബ്ദതയിലേക്ക് അപരിചിതമായൊരു ശബ്ദം കടന്നു വരുന്നത്. അത് കാറ്റിൽ മുളകൾ ഉരസുന്ന ശബ്ദമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കിളിയുടെ പാട്ടുമല്ല. അത് മനുഷ്യരുടെ സംസാരമാണ്, ചിരിയാണ്. രമണൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നു. സാധാരണ ഈ ഭാഗത്തേക്ക് വിറക് വെട്ടുകാരല്ലാതെ ആരും വരാറില്ല. പക്ഷേ ഈ ശബ്ദം കേട്ടിട്ട് വിറക് വെട്ടുകാരെ പോലെയല്ല. അതിലൊരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കിലുക്കമുണ്ട്. പണക്കാരൻ നടക്കുന്ന ചെരുപ്പിൻ്റെ ശബ്ദം പോലും വേറെയാണെന്ന് പണ്ട് മദനൻ പറഞ്ഞത് രമണൻ ഓർക്കുന്നു. അതാ മരങ്ങൾക്കിടയിലൂടെ ഒരു രൂപം തെളിഞ്ഞു വരുന്നു. രമണന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലം അവൻ കണ്ടത് കാട്ടുപൂക്കളെയും മലയണ്ണാന്മാരെയും മാത്രമാണ്. പക്ഷെ മുന്നിൽ നിൽക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വഴിതെറ്റി വന്ന ഒരു മാലാഖയാണോ എന്ന് അവൻ സംശയിക്കുന്നു. ചന്ദ്രിക. ആ പേര് പോലെ തന്നെ ഇരുളടഞ്ഞ കാട്ടിൽ ഉദിച്ച ചന്ദ്രനെ പോലെ അവൾ നിൽക്കുന്നു. അവളുടെ വേഷം കണ്ടാൽ തന്നെ അറിയാം അവൾ ഈ കാടിൻ്റെ സന്തതിയല്ലെന്ന്. വിലപിടിപ്പുള്ള പട്ടുസാരി, കഴുത്തിലും കൈകളിലും തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെയിൽ തട്ടിയാൽ കരിവാളിക്കുന്ന ചർമ്മം. കാട്ടിലെ മുൾച്ചെടികൾ അവളുടെ സാരിത്തുമ്പിൽ പിടിക്കുമ്പോൾ അവൾ കാണിക്കുന്ന അസ്വസ്ഥത പോലും മനോഹരമാണ്. ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംസാരമുണ്ട്. പഴയകാലത്തെ ജന്മി കുടുംബങ്ങളിലുള്ളവർ വേനൽക്കാലം ചിലവഴിക്കാൻ ഇത്തരം മലയോരങ്ങളിലെ ബംഗ്ലാവുകളിൽ വരുമായിരുന്നുവെന്ന്. അതൊരു ഫാഷനായിരുന്നു അന്ന്. വിനോദസഞ്ചാരമെന്ന പേരിൽ കാട് കാണാനിറങ്ങിയതാണ് കക്ഷി. കൂടെ തോഴിമാരും മറ്റും അല്പം പുറകിലായി വരുന്നുണ്ട്. പക്ഷെ ചന്ദ്രിക ഉത്സാഹം മൂത്ത് മുന്നിലെത്തിയതാണ്. രമണൻ ശരിക്കും പേടിച്ചുപോയി. ഒരു സാധാരണക്കാരനായ ഇടയൻ ഇത്രയും ഉന്നത കുലജാതയായ ഒരു സ്ത്രീയെ നേരിട്ട് കാണുന്നത് അക്കാലത്ത് വലിയൊരു സംഭവമാണ്. അവൻ തൻ്റെ കയ്യിലുള്ള പൂക്കൾ എവിടെയെങ്കിലും ഒളിപ്പിക്കണോ അതോ ഓടി രക്ഷപ്പെടണോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ചന്ദ്രികയുടെ കണ്ണുകൾ ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനിടയിലാണ് രമണനെ കാണുന്നത്. അവൾക്ക് അത്ഭുതമായി. മുഷിഞ്ഞ വേഷമാണെങ്കിലും ആ മുഖത്തെ തേജസ് അവളെ ആകർഷിക്കുന്നു. കാട്ടിലെ ഒരു അപൂർവ പുഷ്പം കണ്ട കൗതുകത്തോടെ അവൾ അവനെ നോക്കുന്നു. നഗരത്തിലെ ആണുങ്ങൾക്കുള്ള കപടമായ ചിരിയോ വശീകരണ തന്ത്രങ്ങളോ രമണൻ്റെ മുഖത്തില്ല. അവിടെയുള്ളത് ശുദ്ധമായ ഭയവും ഒപ്പം ആരാധനയും മാത്രമാണ്. ഒരു കടുവയെ കണ്ടാൽ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പേടി രമണന് ഈ സുന്ദരിയെ കണ്ടപ്പോൾ തോന്നുന്നുണ്ടാവണം. കാരണം കടുവ ശരീരം മാത്രമേ എടുക്കൂ. പക്ഷേ ഇത്തരം സുന്ദരിമാർ ഹൃദയം കവർന്നെടുക്കുമെന്ന പാവത്തിനറിയില്ലല്ലോ. രമണൻ പതിയെ ഒരടി പിന്നോട്ട് വയ്ക്കുന്നു. അവൻ്റെ കയ്യിലെ ഓടക്കുഴൽ വിറയ്ക്കുന്നുണ്ട്. ചന്ദ്രിക മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടക്കുന്നു. അവളുടെ കാലിലെ പാദസരങ്ങൾ കിലുങ്ങുന്ന ശബ്ദം രമണൻ്റെ ഹൃദയമിടിപ്പിനേക്കാൾ ഉച്ചത്തിലാണ് കേൾക്കുന്നത്. എടാ, നീ ആരാണ്? എന്തിനാ പേടിക്കുന്നത്?
അവളുടെ ചോദ്യത്തിൽ പോലും ഒരു സംഗീതമുണ്ട്. പക്ഷെ അതിലുപരി ആ ചോദ്യത്തിൽ ഒരു യജമാനത്തിയുടെ അധികാരമുണ്ട്. അവൾക്ക് മറുപടി കൊടുക്കാൻ രമണന്റെ നാവ് പൊങ്ങുന്നില്ല. വിയർപ്പ് തുള്ളികൾ അവൻ്റെ നെറ്റിയിൽ പൊടിയുന്നു. ഈ കൂടിക്കാഴ്ച നടക്കുന്നത് പ്രകൃതിയുടെ ഒരു വലിയ സ്റ്റേജിലാണെന്ന് തോന്നും. ചുറ്റും നിൽക്കുന്ന വൻമരങ്ങൾ ഇതിനൊരു സാക്ഷിയായി നിൽക്കുന്നു. ചന്ദ്രികയുടെ ശരീരത്തിൽ നിന്നുള്ള സുഗന്ധം അതൊരു പക്ഷേ വില കൂടിയ അത്തറിൻ്റേതാവാം. കാട്ടിലെ കാട്ടുപൂക്കളുടെ മണത്തെ തോൽപ്പിക്കുന്നു. രമണൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗന്ധമറിയുന്നത്. അതവൻ്റെ തലച്ചോറിനെ മരവിപ്പിക്കുന്നു. സമ്പന്നതയുടെ ഗന്ധം പാവപ്പെട്ടവനെ എപ്പോഴും മയക്കിക്കളയും എന്ന് പറയുന്നത് എത്ര സത്യമാണ്. അവൾ വീണ്ടും ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്താ അത്? പൂക്കളാണോ? രമണൻ യന്ത്രം പോലെ തലയാട്ടുന്നു. അവൻ കഷ്ടപ്പെട്ട് ശേഖരിച്ച ആ പൂക്കൾ അവൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ വിധിക്കപ്പെട്ടവയാണെന്ന് അവൻ അപ്പോൾ തോന്നിയിട്ടുണ്ടാകാം. ചന്ദ്രികയുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിരിയുന്നു. ആ ചിരിയിൽ പരിഹാസമില്ല, മറിച്ചൊരു കൗതുകം മാത്രം. കാട്ടിലെ ജീവിതം അവൾക്കൊരു എക്സിബിഷൻ പോലെയാണ്. ദൂരെ നിന്ന് കാണാൻ രസം, പക്ഷേ അടുത്തിടപഴകാൻ പ്രയാസം. എന്നാൽ രമണൻ എന്ന ഈ മനുഷ്യൻ അവൾക്ക് ആ എക്സിബിഷനിലെ ഏറ്റവും നല്ല കാഴ്ചയായി മാറുകയാണ്. രമണന്റെ അവസ്ഥ കണ്ടിട്ട് ചന്ദ്രികയ്ക്ക് ചിരി വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? ഞാൻ നിന്നെ പിടിച്ചു തിന്നാനൊന്നും പോന്നില്ല, അവൾ തമാശ രൂപേണ പറയുന്നു. ആ തമാശ രമണന് അത്ര പെട്ടെന്ന് ദഹിക്കുന്നില്ലെങ്കിലും അവളുടെ ശബ്ദത്തിലെ മയം അവന് കുറച്ച് ആശ്വാസം നൽകുന്നു. അവൻ മെല്ലെ മുഖമുയർത്തി അവളെ നോക്കുന്നു. ദൈവമേ, ഇത്രയും ഭംഗിയുള്ള ഒന്നിനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് അവൻ അത്ഭുതപ്പെടുന്നു. കവികൾ വർണ്ണിക്കുന്ന അപ്സരസുകൾ പോലും ഇവളുടെ മുന്നിൽ ഒന്നുമല്ലെന്ന് അവന് തോന്നിപ്പോകുന്നു. രമണൻ വിറയ്ക്കുന്ന കൈകളോടെ താൻ പറിച്ച പൂക്കൾ അവൾക്ക് നേരെ നീട്ടുന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അവൻ വിൽക്കുന്നത്. ഇത് തമ്പുരാട്ടിക്ക്, അവൻ വിക്കി വിക്കി പറയുന്നു. ചന്ദ്രിക ആ പൂക്കൾ വാങ്ങുന്നു. അവളുടെ വെണ്ണ പോലെയുള്ള കൈകളിൽ ആ കാട്ടുപൂക്കൾ ഇരിക്കുമ്പോൾ അവയ്ക്ക് വല്ലാത്തൊരു ഭംഗി വയ്ക്കുന്നു. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ. നഗരത്തിലെ പൂന്തോട്ടങ്ങളിൽ പോലും ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ഞാൻ കണ്ടിട്ടില്ല, അവൾ ആവേശത്തോടെ പറയുന്നു. സത്യത്തിൽ ആ പൂക്കളേക്കാൾ അത് തന്നയാളിൻ്റെ നിഷ്കളങ്കതയാണ് അവളെ ആകർഷിച്ചത്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. രമണൻ വിചാരിക്കുന്നത് ചന്ദ്രിക തൻ്റെ പൂക്കളെയാണ് സ്നേഹിക്കുന്നതെന്നാണ്. പക്ഷെ പലപ്പോഴും സമ്പന്നർക്ക് ദാരിദ്ര്യവും ഗ്രാമീണതയും ഒരു വിനോദം മാത്രമാണ്, കുറച്ചു നേരത്തേക്ക് കണ്ട് രസിക്കാനുള്ള ഒന്ന്. പഴയകാല സിനിമകളിലൊക്കെ കാണുന്ന പോലെ പാവപ്പെട്ടവൻ കൊടുക്കുന്ന കരിക്കിൻ വെള്ളം കുടിച്ച് വാവ് നാച്ചുറൽ എന്ന് പറയുന്ന പണക്കാരൻ്റെ അതേ മനോഭാവം. പക്ഷെ രമണൻ അതൊന്നും അറിയില്ലല്ലോ. അവൻ കരുതുന്നത് ഈ സുന്ദരി തൻ്റെ മനസ്സ് കണ്ടു എന്നാണ്. സംസാരം മെല്ലെ പുരോഗമിക്കുന്നു. ചന്ദ്രിക അവനോട് അവൻ്റെ പേരും വീടും ജോലിയുമൊക്കെ ചോദിക്കുന്നു. രമണൻ ഒരടിമ രാജാവിനോട് സംസാരിക്കുന്നത് പോലെ ബഹുമാനത്തോടെ മറുപടി നൽകുന്നു. അവൻ ആടുകളെ മേയ്ക്കുന്നവനാണെന്നും ഈ കാടാണ് തൻ്റെ വീടെന്നും അവൻ പറയുന്നു. ഓഹോ, അപ്പോൾ നീയാണല്ലേ ഇവിടുത്തെ രാജാവ്, അവൾ കളിയാക്കി ചിരിക്കുന്നു. ആ ചിരി രമണൻ്റെ ഹൃദയത്തിൽ ഒരു അമ്പുപോലെ തറയ്ക്കുന്നു. അതൊരു മധുരമുള്ള വേദനയായിരുന്നു. അവൾ ചോദിക്കുന്നു, നിനക്ക് പാടാൻ അറിയുമോ? നിന്റെ കയ്യിലിരിക്കുന്നത് ഓടക്കുഴലല്ലേ? രമണൻ നാണത്തോടെ തലയാട്ടുന്നു. എങ്കിലൊന്ന് പാട്, ഞാൻ കേൾക്കട്ടെ, അവൾ നിർബന്ധിക്കുന്നു. രമണൻ ആദ്യം മടിയായിരുന്നു. ഇത്രയും വലിയൊരാളുടെ മുന്നിൽ വെച്ച് പാടാൻ അവന് ധൈര്യം പോരാ. പക്ഷെ അവളുടെ കണ്ണുകളിലെ ആകാംക്ഷ കണ്ടപ്പോൾ അവന് നിരസിക്കാൻ തോന്നിയില്ല. അവൻ ഓടക്കുഴൽ ചുണ്ടോട് ചേർത്തു. പിന്നെ നടന്നത് ചരിത്രമാണ്. രമണൻ ആ ഓടക്കുഴലിലൂടെ തൻ്റെ ആത്മാവ് തന്നെ പുറത്തെടുത്തു. കാടും മേടും മറന്ന് മുന്നിൽ നിൽക്കുന്ന ദേവതയെ മാത്രം ധ്യാനിച്ച് അവൻ പാടി. ആ സംഗീതം കേട്ട് ചന്ദ്രിക അത്ഭുത സ്തബ്ധയായിപ്പോയി. അവൾ കൊട്ടാരങ്ങളിൽ കേൾക്കുന്ന ശാസ്ത്രീയ സംഗീതത്തെക്കാൾ 1000 മടങ്ങ് ഭാവം ഇതിനുണ്ടെന്ന് അവൾക്ക് തോന്നി. പണത്തിന് വാങ്ങാൻ കിട്ടാത്ത ഒന്നാണ് കല എന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷം. ആ പാട്ട് അവസാനിച്ചപ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ വലിയ സാമ്പത്തിക വിടവ് ഒരു നിമിഷത്തേക്കെങ്കിലും മാഞ്ഞുപോയി. അത്ഭുതം, നീയൊരു മാന്ത്രികനാണ് രമണ, ചന്ദ്രികയെ അറിയാതെ വിളിച്ചുപോയി. രമണ എന്ന വിളിയിൽ അവൻ്റെ ജന്മം സഫലമായി എന്ന് അവന് തോന്നി. ആ നിമിഷം രമണൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ ആദ്യത്തെ വിത്ത് വീണു. പക്ഷെ അത് മുളച്ചു പൊന്തുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണെന്ന് ആ പാവം അറിഞ്ഞില്ല. ചന്ദ്രികയുടെ തോഴിമാർ ദൂരെ നിന്ന് അവളെ വിളിക്കുന്നത് കേൾക്കാം. അയ്യോ, സമയം പോയതറിഞ്ഞില്ല, ഞാൻ നാളെയും വരാം രമണ, നമുക്കിനിയും കാണാം എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കുന്നു. അവൾ പോകുന്നതും നോക്കി രമണൻ അവിടെ തന്നെ ശില്പം പോലെ നിൽക്കുന്നു. അവൾ നടന്നകലുമ്പോൾ കാടിന് പെട്ടെന്ന് പഴയ ഭംഗി പോയതുപോലെ അവന് തോന്നി. സൂര്യപ്രകാശത്തിന് തിളക്കം കുറഞ്ഞതുപോലെ. അവൾ നടന്ന വഴികളിലെ മണ്ണിൽ പോലും സ്വർണത്തിൻ്റെ നിറമാണെന്ന് അവന് തോന്നിപ്പോയി. ചന്ദ്രിക പോയി.
പക്ഷേ രമണന്റെ മനസ്സ് അവൾ കൊണ്ടുപോയി. ഇനി വരുന്ന ദിവസങ്ങളിൽ രമണൻ പഴയ രമണനായിരിക്കില്ല. കാട്ടിലെ പൂക്കൾക്കിനി ചന്ദ്രികയുടെ മുഖമായിരിക്കും. കാറ്റിൽ അവളുടെ ചിരിയായിരിക്കും. വിധിയുടെ ക്രൂരമായ വിനോദം ഇവിടെ തുടങ്ങുകയാണ്. പിന്നീടുള്ള ദിവസങ്ങൾ രമണന്റെ ജീവിതത്തിലെ വസന്തകാലമായിരുന്നു. വസന്തമെന്ന് പറഞ്ഞാൽ പോരാ, ജീവിതം തന്നെ ഒരു ഉത്സവമായി മാറിയ സമയം. നേരം വെളുക്കുമ്പോൾ തന്നെ രമണൻ ഉണരും. പണ്ട് ആടുകളെ നോക്കാനായിരുന്നു ആവേശമെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. കാട്ടരുവിയിൽ പോയി കുളിച്ച് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം, അതായത് കീറലുകൾ കുറവായത് ധരിച്ച് മുടിയൊക്കെ ഒന്ന് ഒതുക്കി അവൻ കാത്തിരിപ്പാണ്. ആരെയാണെന്നല്ലേ? സാക്ഷാൽ ചന്ദ്രികയെ. ചന്ദ്രികയ്ക്കും ഇപ്പോൾ കൊട്ടാരത്തിനുള്ളിലെ സുഖസൗകര്യങ്ങളെക്കാൾ പ്രിയം ഈ കാടിൻ്റെ വന്യതയാണ്. ഓരോ ദിവസവും അവൾ കൃത്യസമയത്തെത്തും. ചിലപ്പോൾ തോഴിമാരെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടാകും വരവ്. അല്ലെങ്കിൽ ഞാനിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് തനിച്ചാകും വരുന്നത്. ഇവർ കണ്ടുമുട്ടുന്നൊരിടമുണ്ട്. കാടിൻ്റെ ഒരറ്റത്ത് പുറം ലോകത്തിന് പെട്ടെന്നൊന്നും കാണാൻ കഴിയാത്ത വള്ളിപ്പടർപ്പുകൾ കൊണ്ട് പ്രകൃതി തന്നെ തീർത്ത ഒരു പ്രൈവറ്റ് റൂം. അവിടെയാണിപ്പോൾ ഇവരുടെ ലോകം. അവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ചന്ദ്രിക നഗരത്തിലെ വിശേഷങ്ങൾ പറയും. അവിടുത്തെ തിയേറ്ററുകൾ, കാറുകൾ, വലിയ പാർട്ടികൾ. രമണനാകട്ടെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് മറ്റൊരു ലോകമാണ്. ഒരു കിളിക്കൂട് എമ്പനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഓരോ പൂവിനും എങ്ങനെയാണ് ഇത്രയും നിറം കിട്ടുന്നതെന്ന് അവൻ അവൾക്ക് വിവരിച്ചു കൊടുക്കും. ചന്ദ്രികയ്ക്ക് ഇതൊക്കെ വലിയ അത്ഭുതമാണ്. എടാ രമണ, നീ വലിയ പണ്ഡിതനാണല്ലോ എന്നവൾ ഇടയ്ക്കിടെ പറയും. അത് കേൾക്കുമ്പോൾ രമണന്റെ മുഖത്ത് വിരിയുന്ന ആ ചിരിയുണ്ടല്ലോ, അതിന് കോടികളുടെ വിലയുണ്ട്. അവൻ തൻ്റെ അറിവുകൾ മുഴുവൻ അവൾക്ക് പകർന്നു നൽകുകയാണ്. പകരമായി അവൾ അവന് നൽകുന്നത് പ്രതീക്ഷകളാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത, എന്നാൽ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന മനോഹരമായ പ്രതീക്ഷകൾ. ഇപ്പോൾ രമണന്റെ ഓടക്കുഴൽ വിളി കേൾക്കാതെ ചന്ദ്രികയ്ക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അവൾ പറയും, രമണ, നീ ഒന്ന് പാട്. അവൻ പാടും. പണ്ടവൻ പാടിയിരുന്നത് മലകൾക്കും മരങ്ങൾക്കും വേണ്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പാട്ടിന് ഒരേ ഒരു ശ്രോതാവേ ഉള്ളൂ, ചന്ദ്രിക. അവൾ അവൻ്റെ മടിയിൽ തലവെച്ച് കിടക്കും. ആലോചിച്ചു നോക്കൂ, ഒരു പ്രഭുകുമാരി ചെളി പുരണ്ട ഒരു ഇടയൻ്റെ മടിയിൽ. അന്നത്തെ കാലത്ത് അതൊരു വലിയ വിപ്ലവമാണ്. പക്ഷെ പ്രേമത്തിന് കണ്ണില്ല, കാതില്ല, ജാതിയുമില്ല എന്നൊക്കെ പറയുന്നത് എത്ര സത്യമാണ്. ചുറ്റുമുള്ള ലോകം എന്ത് ചിന്തിക്കുമെന്ന് അവർക്ക് ഒരു പേടിയുമില്ല. ആ നിമിഷങ്ങളിൽ അവർ മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ഈ സമയത്ത് പാവം ആടുകൾ എന്തു ചെയ്യുകയാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സത്യം പറഞ്ഞാൽ അവറ്റകൾക്കിപ്പോൾ വലിയ സ്വാതന്ത്ര്യമാണ്. യജമാനൻ പ്രേമത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് ആടുകൾ ഇഷ്ടം പോലെ നടന്ന പുല്ലു തിന്നുന്നു. ചിലപ്പോൾ മദനൻ വന്ന് അവയെ നോക്കും. മദനന് കാര്യങ്ങളുടെ പോക്ക് അത്ര പിടിക്കുന്നില്ലെങ്കിലും രമണന്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അവനൊന്നും പറയാൻ തോന്നുന്നില്ല. സാരമില്ല, കുറച്ചു ദിവസം അവൻ സന്തോഷിക്കട്ടെ എന്ന് മദനൻ കരുതി കാണും. പക്ഷേ ആ സന്തോഷം ഒരു കുമിളബോധയാണെന്നും ഏതു നിമിഷവും അത് പൊട്ടിപ്പോകുമെന്നും മദനന് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. രമണൻ ചന്ദ്രികയ്ക്കായി കാട്ടിലെ ഏറ്റവും അപൂർവമായ പഴങ്ങൾ തേടിപ്പിടിച്ചു കൊണ്ടുവരും. അവളത് ആസ്വദിച്ചു കഴിക്കും. കൊട്ടാരത്തിലെ സ്വർണ്ണപാത്രത്തിൽ കിട്ടുന്ന മുന്തിരിയേക്കാൾ സ്വാദ് രമണൻ തരുന്ന കാട്ടുനെല്ലിക്കയ്ക്കുണ്ടെന്ന് അവൾ പറയും. അത് കേൾക്കുമ്പോൾ രമണൻ ആകാശത്തോളം വളരും. പ്രേമത്തിൽ കള്ളത്തരങ്ങളില്ലെന്ന് ആര് പറഞ്ഞു? ചന്ദ്രിക ചിലപ്പോൾ രമണനെ സുഖിപ്പിക്കാൻ പറയുന്നതാകാം. പക്ഷേ രമണനത് വേദവാക്യം പോലെ വിശ്വസിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രിക ഒരു ദേവതയാണ്. അവൾ പറയുന്നത് അസത്യമാകാൻ വഴിയില്ലല്ലോ. കാട്ടിലെ പൂമ്പാറ്റകൾ ഇവരെ ചുറ്റിപ്പറ്റി പറക്കാറുണ്ട്. ഒരുപക്ഷെ അവരും ഇവരുടെ പ്രണയകഥയിലെ കഥാപാത്രങ്ങളായിരിക്കും. പ്രകൃതി ഇവരെ ഒളിപ്പിച്ചു വയ്ക്കുകയാണെന്ന് തോന്നും. സൂര്യപ്രകാശം പോലും മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തി ഇവരെ ഒളികണ്ണിട്ട് നോക്കുന്നു. രമണൻ ചന്ദ്രികയുടെ മുടിയിൽ പൂക്കൾ ചൂടിച്ചു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവക്കും. ആ കാഴ്ച കാണാൻ തന്നെ ഒരു ചേലാണ്. ആ നിമിഷം രമണൻ വിചാരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ താനാണെന്നാണ്. പണം കൊണ്ടോ അധികാരം കൊണ്ടോ നേടാൻ കഴിയാത്ത ഒന്ന് തനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന അഹങ്കാരം അവനിൽ മെല്ലെ വളരുന്നുണ്ട്. ഇവരുടെ ഈ രഹസ്യ കൂടിക്കാഴ്ചകൾക്ക് സാക്ഷികൾ മനുഷ്യരല്ല, മറിച്ച് കാട്ടിലെ മരങ്ങളും പൂക്കളുമാണ്. ചങ്ങമ്പുഴയുടെ കവിതയിൽ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഓരോ ചെടിയും ഓരോ ലതയും ഇവരുടെ പ്രണയം കണ്ട് പുളകം കൊള്ളുന്നു എന്നാണ് കവി പറയുന്നത്. കാറ്റുവന്ന് മുളങ്കാടുകളോട് ഇവരുടെ കഥ പറയുന്നു. അരുവികൾ പാറക്കെട്ടുകളോട് ഇവരുടെ രഹസ്യം പങ്കുവെക്കുന്നു. അങ്ങനെ കാട് മുഴുവൻ ഈ പ്രണയം അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ മനുഷ്യർ മാത്രം ഇതൊന്നും അറിയുന്നില്ല.
അറിഞ്ഞാലുണ്ടാകുന്ന പുകിലുകൾ ആലോചിക്കാൻ പോലും വയ്യ. ചന്ദ്രിക രമണനോട് പലപ്പോഴും ചോദിക്കും, രമണ, നമ്മൾ എക്കാലവും ഇങ്ങനെ ഇരിക്കുമോ എന്ന്. അപ്പോൾ രമണൻ പറയും, പിന്നല്ലാതെ, മരണം വരെ നമ്മൾ ഒന്നിച്ചായിരിക്കും. പാവം രമണൻ, അവനറിയില്ലല്ലോ ചന്ദ്രികയുടെ ലോകം വേറെയാണെന്ന്. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവളല്ല, അവളുടെ മാതാപിതാക്കളും സമൂഹവുമാണ്. പക്ഷേ ആ നിമിഷത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവൾക്ക് കഴിയുന്നില്ല. അവൾ വെറുതെ ചിരിക്കുന്നു. ആ ചിരിയിൽ ഒരു നിസ്സഹായാവസ്ഥ ഒഴിഞ്ഞിരിപ്പുണ്ടെന്ന് രമണൻ കാണുന്നില്ല. അവൻ കാണുന്നത് അവളുടെ നുണക്കുഴിയിലെ ഭംഗി മാത്രമാണ്. ഒരു ദിവസം ചന്ദ്രിക ഒരു സമ്മാനം കൊണ്ടുവന്നു. രമണനു വേണ്ടി പ്രത്യേകം വാങ്ങിയ ഒരു പട്ടുറുമാൽ. രമണൻ അത് വാങ്ങുമ്പോൾ അവൻ്റെ കൈകൾ വിറച്ചു. അവന് തിരിച്ചു കൊടുക്കാൻ എന്തുണ്ട്? അവൻ്റെ കയ്യിൽ പണമില്ല, സ്വർണമില്ല. അവൻ തൻ്റെ ഓടക്കുഴലെടുത്ത് അവൾക്ക് നീട്ടി. എനിക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവനാണിത്, അവൻ പറഞ്ഞു. ചന്ദ്രിക അത് വാങ്ങിയില്ല. അവൾ പറഞ്ഞു, വേണ്ട രമണ, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നീ പാടുമ്പോൾ ഞാൻ അടുത്തിരുന്നാൽ മതി. എത്ര മനോഹരമായ നിമിഷം അല്ലേ? കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറത്താണ് അവരുടെ ബന്ധമെന്ന് തെളിയിക്കുന്ന നിമിഷം. ഇവർ തമ്മിലുള്ള മൗനം പോലും സംസാരിക്കാറുണ്ട്. മണിക്കൂറുകളോളം ഒന്നും മിണ്ടാതെ വെറുതെ കൈകൾ കോർത്തു പിടിച്ച് അവരിയ്ക്കും. ആ മൗനത്തിൽ 1000 വാക്കുകൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. രമണൻ അവളുടെ വിരലുകളിൽ തൊടുമ്പോൾ അവന് കിട്ടുന്ന ആ ഊർജം, അതാണ് അവന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവൻ വിചാരിക്കുന്നത് ചന്ദ്രിക തൻ്റെ ആത്മാവിൻ്റെ പാതിയാണെന്നാണ്. അവളില്ലാതെ തനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്ന് അവൻ തിരിച്ചറിയുന്നു. ഇത് വെറുമൊരു ക്രഷല്ല, മറിച്ച് എല്ലിൻ ബൂളിൽ തറച്ച പ്രണയമാണ്. പക്ഷേ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരവസാനമുണ്ടല്ലോ. വൈകുന്നേരമാകുമ്പോൾ ചന്ദ്രികയ്ക്ക് തിരിച്ചു പോകണം. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന നിമിഷം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ രമണന്റെ മുഖം മങ്ങും. പോകണോ എന്നവൻ ചോദിക്കും. പോയേ പറ്റൂ രമണ, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാകും എന്നവൾ പറയും. അവൾ പോയി കഴിയുമ്പോൾ രമണൻ ആകെ തളർന്നു പോകും. അതുവരെ ഉണ്ടായിരുന്ന ആ ഉന്മേഷമെല്ലാം ചോർന്നു പോകും. അവൻ വീണ്ടും ആ പഴയ ഏകാന്തതയിലേക്ക് വീഴും. കാട് പെട്ടെന്ന് നിശബ്ദമാകും. കിളികളുടെ പാട്ട് നിലയ്ക്കും. രമണൻ ആ വഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കും, അവൾ നാളെയും വരുമെന്ന പ്രതീക്ഷയിൽ. ഈ കാത്തിരിപ്പാണ് പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ സുഖവും വേദനയും. രമണൻ രാത്രിയിൽ മദനന്റെ കൂടെ കിടക്കുമ്പോഴും ഉറക്കത്തിൽ ചന്ദ്രികയുടെ പേര് വിളിച്ചു പറയും. മദനൻ ഇത് കേട്ട് നെടുവീർവിടും. എടാ പൊട്ട, നീ എന്തിനാ ഈ തീക്കനലിൽ തൊടാൻ പോകുന്നത് എന്ന് മദനൻ മനസ്സിൽ ചോദിക്കും. ഈ പ്രണയം കാട്ടുതീമാല പടരുകയാണ്, ആർക്കും തടുക്കാൻ കഴിയാത്ത വേഗത്തിൽ. രമണനും ചന്ദ്രികയും ഇപ്പോൾ 2 ശരീരവും ഒരു മനസ്സുമായി മാറിയിരിക്കുന്നു. ജാതിയോ മതമോ പണമോ ഒന്നും അവർക്കിടയിൽ ഒരു തടസ്സമായി തോന്നുന്നില്ല. പക്ഷേ ഈ ലോകം അത്ര ലളിതമല്ലല്ലോ. പുറത്ത് കൊടുങ്കാറ്റ് വീശാൻ തയ്യാറെടുക്കുമ്പോൾ വീടിനുള്ളിലിരുന്ന് മഴ ആസ്വദിക്കുന്ന 2 കുട്ടികളെ പോലെയാണവർ. ആ വീട് ഏത് നിമിഷവും തകർന്നു വീഴാം. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം അവർ സന്തുഷ്ടരാണ്. ആ സന്തോഷം മാത്രം മതി അവർക്ക് ജീവിക്കാൻ. പൂക്കൾ സാക്ഷിയായി തുടങ്ങിയ ഈ പ്രണയം പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നതുപോലെ അവസാനിക്കുമോ, അതോ പൂവുകൾ കായ്കളായി മാറുമോ? അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. രമണൻ കാത്തിരിപ്പിൻ്റെ ലോകത്താണ്. പക്ഷേ കാത്തിരിപ്പിനിപ്പോൾ ഒരു പുതിയ ഭാവം വന്നിരിക്കുന്നു. പണ്ടത്തെ ആ സന്തോഷമല്ല, മറിച്ച് ഒരു നെഞ്ചിടിപ്പ്. കാരണം ചന്ദ്രികയുടെ വരവ് കുറഞ്ഞിരിക്കുന്നു. അവൾ വരുമ്പോൾ തന്നെ മുഖത്ത് പണ്ടത്തെ ആ തെളിച്ചമില്ല. എന്തോ ഒന്ന് അവളെ അലട്ടുന്നുണ്ട്. രമണൻ ചോദിച്ചാൽ അവൾ ഒഴിഞ്ഞു മാറും. ഒന്നുമില്ല രമണ, അച്ഛന് സുഖമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഞാൻ പുറത്തു പോകുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞവൾ വിഷയം മാറ്റും. പക്ഷേ രമണൻ അത് മനസ്സിലാകുന്നുണ്ട്. ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ മഴ വരുമെന്നറിയാൻ കാലാവസ്ഥാ റിപ്പോർട്ട് വേണ്ടല്ലോ. അതുപോലെ ചന്ദ്രികയുടെ മൗനം വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ സൂചനയാണെന്ന് അവൻ്റെ മനസ്സ് പറയുന്നു. ഒരു ദിവസം മദനൻ രമണനെ മാറ്റി നിർത്തി ഗൗരവമായി സംസാരിച്ചു. രമണ, നീ കാര്യങ്ങളെ കുറച്ചുകൂടി പ്രായോഗികമായി കാണണം. ആ പെൺകുട്ടി ആരാണെന്നും നമ്മൾ ആരാണെന്നും നിനക്കറിയാമല്ലോ. പണക്കാരുടെ ലോകം വേറെയാണ്. അവിടെ സ്നേഹത്തേക്കാൾ വില പണത്തിനും അന്തസ്സിനുമാണ്. നീ വെറുതെ സ്വപ്നം കണ്ട് ജീവിതം കളയരുത്. മദനന്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു. പക്ഷേ രമണൻ അത് കേൾക്കാൻ തയ്യാറായില്ല. നീ എന്തിനാ മദന എപ്പോഴും ഇങ്ങനെ അശുഭചിന്തയുമായി നടക്കുന്നത്?
ചന്ദ്രിക എന്നെ ചതിക്കില്ല, അവർക്കെന്നെ ജീവനാണ്, രമണൻ തറപ്പിച്ചു പറഞ്ഞു. മദനൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. സ്നേഹം കണ്ണടപ്പിച്ച ഒരാളോട് വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്ന് വൈകുന്നേരം ചന്ദ്രിക വന്നത് വളരെ വൈകിയാണ്. അവളുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടായിരുന്നു. രമണൻ ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. എന്താ പറ്റിയത് ചന്ദ്രികേ, നീ കരഞ്ഞോ? അവൻ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൾ തേങ്ങി. കുറച്ചുനേരം കഴിഞ്ഞ് അവൾ പറഞ്ഞു, രമണ, എനിക്ക് പേടിയാകുന്നു. വീട്ടിൽ കല്യാണാലോചനകൾ നടക്കുന്നു. അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കണമത്രേ. നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കാക്കാൻ ഞാൻ വലിയൊരു വീട്ടിലേക്ക് മരുമകളായി പോകണമെന്ന്. രമണൻ്റെ തലയിൽ ഇടിവെട്ടിയതുപോലെയായി. കല്യാണമോ? അതും വേറെ ഒരാളുമായി. അവനത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞു ചന്ദ്രികേ? നമ്മൾ തമ്മിലുള്ള ഇഷ്ടം നീ പറഞ്ഞില്ലേ? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അവൾ തല താഴ്ത്തി നിന്നു. എനിക്ക് പറയാൻ പേടിയാണ് രമണ. അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നിന്നെ അവർ ഉപദ്രവിക്കും. എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ വയ്യ, അവൾ പറഞ്ഞു. രമണൻ ആകെ തകർന്നുപോയി. അതുവരെ അവൻ കരുതിയിരുന്നത് സ്നേഹം മാത്രം മതി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനെന്നാണ്. പക്ഷേ പണവും ജാതിയും അധികാരവും ഒക്കെ സ്നേഹത്തിന് മുകളിൽ നിൽക്കുന്ന വലിയ കോട്ടകളാണെന്ന് അവൻ തിരിച്ചറിയാൻ തുടങ്ങി. അവൻ ആ പാറക്കെട്ടിലിരുന്നു. താഴെ അരുവി ഒഴുകുന്നുണ്ട്. പക്ഷേ ആ ഒഴുക്കിനിപ്പോൾ ഒരു വിലാപത്തിൻ്റെ സ്വരമാണ്. പാവപ്പെട്ടവനെ സ്നേഹിക്കാൻ അവകാശമില്ലേ ചന്ദ്രികയെ? അവൻ സ്വയം ചോദിക്കുന്നത് പോലെ പറഞ്ഞു. ആ ചോദ്യം കാറ്റിൽ അലിഞ്ഞുപോയി. ചന്ദ്രിക അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ വിഷമിക്കാതെ രമണ, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. നമുക്ക് ഒളിച്ചോടി പോയാലോ? അവളൊരു നിമിഷത്തെ ആവേശത്തിൽ ചോദിച്ചു. പക്ഷേ രമണൻ അത് സമ്മതിച്ചില്ല. വേണ്ട ചന്ദ്രികെ, നിന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് നമ്മൾ എവിടെ പോയി ജീവിക്കാനാണ്? മാത്രമല്ല, നമ്മൾ എങ്ങോട്ട് പോയാലും ഈ ജാതിയും പണവും നമ്മളെ പിന്തുടരും. എനിക്ക് നിന്നെ കഷ്ടപ്പെടുത്താൻ വയ്യ, അവൻ പറഞ്ഞു. രമണൻ്റെ ആ നല്ല മനസ്സുണ്ടല്ലോ, അതാണ് അവൻ്റെ ശാപം. സ്വാർത്ഥനാകാൻ അവൻ അറിയില്ല. സ്വന്തം സന്തോഷത്തേക്കാൾ അവൻ വില കൽപ്പിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിനാണ്. അവർ പിരിയുമ്പോൾ ചന്ദ്രിക പറഞ്ഞു, ഞാൻ നാളെ വരാൻ ശ്രമിക്കാം, നീ കാത്തിരിക്കണം. രമണൻ തലയാട്ടി. പക്ഷെ അവൾ പോയി കഴിഞ്ഞപ്പോൾ അവന് തോന്നി അവൾ ഇനി വരില്ല എന്ന്. ആ വഴിയിലേക്ക് നോക്കി അവൻ കുറേ നേരം ഇരുന്നു. ഇരുട്ട് പരന്നു തുടങ്ങി. കാട്ടിലെ മൃഗങ്ങൾ ഉണർന്നു. പക്ഷെ രമണൻ്റെ ഉള്ളിൽ മാത്രം കൂരിരുട്ട്. അവൻ തൻ്റെ ഓടക്കുഴലെടുത്തു. പക്ഷെ പാടാൻ കഴിഞ്ഞില്ല. തൊണ്ടയിലെന്തോ തടയുന്നത് പോലെ. സംഗീതം പോലും അവനെ കൈവിട്ടുവോ? രമണൻ ആ രാത്രി ഉറങ്ങിയില്ല. അവൻ ആലോചിക്കുകയായിരുന്നു, എന്താണ് താൻ ചെയ്ത തെറ്റ്? സ്നേഹിച്ചു എന്നതാണ് തെറ്റെങ്കിൽ ദൈവം എന്തിനാണ് മനുഷ്യന് സ്നേഹിക്കാനൊരു മനസ്സ് നൽകിയത്? പാവപ്പെട്ടവൻ്റെ ഹൃദയവും പണക്കാരൻ്റെ ഹൃദയവും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? രണ്ടിടത്തും ഓടുന്നത് ചോരയല്ലേ? പിന്നെ എന്തിനാണ് ഈ മതിലുകൾ? ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. പക്ഷേ ഉത്തരങ്ങൾ മാത്രമില്ല. മദനൻ രമണൻ്റെ വിഷമം കണ്ട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. അവൻ രമണൻ്റെ അടുത്ത് ചെന്നിരുന്നു. രമണ, നീ ഇങ്ങനെ സ്വയം നീറിത്തീരരുത്. ഈ ലോകം ഇങ്ങനെയാണ്. ഇവിടെ ശക്തൻ ദുർബലനെ അടിച്ചമർത്തും. വലിയ മീൻ ചെറിയ മീനിനെ തിന്നും. നമ്മൾ ചെറിയ മീനുകളാണ്. നമ്മൾ നമ്മുടെ അതിരുകൾക്കുള്ളിൽ ജീവിക്കണം, മദനൻ പറഞ്ഞു. രമണൻ മദനനെ നോക്കി ചിരിച്ചു. ഒരു വല്ലാത്ത ചിരി. നീ പറയുന്നത് ശരിയാണ് മദന. ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിച്ചു. ആകാശത്തുള്ള ചന്ദ്രനെ പിടിക്കാൻ കൊതിച്ച കുട്ടിയാണ് ഞാൻ. കൈ പൊള്ളുമെന്നറിഞ്ഞില്ല, അവൻ പറഞ്ഞു. പിറ്റേന്ന് രമണൻ കാട്ടിൽ പോയില്ല. അവൻ കുടിലിൽ തന്നെയിരുന്നു. മദനൻ ആടുകളെ കൊണ്ടുപോയി. രമണൻ ആ കുടിലിൻ്റെ മൂലയിലിരുന്ന് പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തു. ചന്ദ്രിക ആദ്യമായി വന്ന ദിവസം, അവൾ തന്ന പൂവ്, അവളുടെ ചിരി, അവളുടെ കരച്ചിൽ, എല്ലാം ഒരു സിനിമ പോലെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഓരോ ഓർമ്മയും അവനെ വേദനിപ്പിച്ചു. പണ്ട് സന്തോഷം തന്ന കാര്യങ്ങൾ ഇപ്പോൾ വേദനയായി മാറിയിരിക്കുന്നു. ഉച്ചയായപ്പോൾ ആരോ വാതിലിൽ മുട്ടി. രമണൻ ഞെട്ടി. ചന്ദ്രികയാണോ? അവൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. പക്ഷേ അത് ചന്ദ്രികയായിരുന്നില്ല. കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു വേലക്കാരനായിരുന്നു. അയാൾ രമണനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. എടാ, തമ്പുരാട്ടി കൊടുത്തുവിട്ടതാ. അയാൾ ഒരു കത്ത് രമണൻ്റെ നേരെ നീട്ടി. രമണൻ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി. വേലക്കാരൻ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. രമണൻ ആ കത്ത് തുറന്നു. ചന്ദ്രികയുടെ കൈപ്പട. അക്ഷരങ്ങൾ പലയിടത്തും മഷി പടർന്നിട്ടുണ്ട്. അവൾ കരഞ്ഞിട്ടുണ്ടാകണം. രമണ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വരാൻ കഴിയില്ല. വീട്ടുതടങ്കലിലാണ് ഞാൻ. അച്ഛൻ എല്ലാം അറിഞ്ഞു. നിന്നെ ഉപദ്രവിക്കുമെന്ന് അച്ഛൻ ഭീഷണിപ്പെടുത്തി. നിനക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതിയാണ് ഞാൻ എല്ലാം സമ്മതിച്ചത്. എൻ്റെ വിവാഹം ഉറപ്പിച്ചു. എന്നെ മറന്നേക്കൂ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു നല്ല സ്വപ്നമായി മാത്രം കാണുക. രമണൻ ആ കത്ത് നെഞ്ചോട് ചേർത്തു.
അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ല. കരയാൻ പോലും കഴിയാത്ത അത്രയും വലിയ ആഘാതമായിരുന്നു അത്. മരവിച്ചൊരവസ്ഥ. മറന്നേക്കൂ എന്ന് പറയാൻ എത്ര എളുപ്പമാണ്, പക്ഷേ അതനുസരിക്കാൻ എന്തു പ്രയാസമാണ്. സ്വന്തം ജീവശ്വാസം പോലെ കൊണ്ടുനടന്ന ഒന്നിനെ എങ്ങനെയാണ് മറക്കുക? രമണൻ അത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ ആ കത്തും കൊണ്ട് പുറത്തിറങ്ങി. നേരെ പോയത് അവർ എന്നും കാണാറുള്ള ആ പാറക്കെട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവന് വല്ലാത്തൊരു ശൂന്യത തോന്നി. ഇന്നലെ വരെ അവിടെ പൂക്കളുണ്ടായിരുന്നു, കിളികളുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഇന്നവിടെ ഒന്നുമില്ല, വെറും ശൂന്യത. അവൻ ആ പാറയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. കാട് മുഴുവൻ ആ കരച്ചിൽ കേട്ട് നടുങ്ങി. മരങ്ങൾ ഇലകൾ പൊഴിച്ച് അവനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇനി എന്തു ചെയ്യും? മുന്നോട്ടൊരു വഴിയും കാണുന്നില്ല. ചന്ദ്രികയില്ലാത്ത ലോകം അവന് നരകമാണ്. മദനൻ പറഞ്ഞതായിരുന്നു ശരി. താൻ അതിരുകൾ ലംഘിച്ചു. അതിനുള്ള ശിക്ഷയാണിപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷേ ഈ ശിക്ഷ ഇത്ര ക്രൂരമാകുമെന്നവൻ കരുതിയില്ല. പാവപ്പെട്ടവന് സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത ഈ ലോകത്തോട് അവന് വെറുപ്പ് തോന്നി. ആദ്യമായി രമണന്റെ മനസ്സിൽ വെറുപ്പ് എന്ന വികാരമുണ്ടായി. അതവനെ തന്നെ ദഹിപ്പിക്കാൻ പോന്ന തീയായിരുന്നു. ഇനി നമുക്ക് ക്യാമറയൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. പച്ചപ്പും കിളികളുടെ പാട്ടും നിറഞ്ഞ ആ കാട്ടിൽ നിന്ന് കരിങ്കല്ലും മാർബിളും കൊണ്ട് പണിത വലിയൊരു കൊട്ടാരത്തിലേക്ക്. ചന്ദ്രികയുടെ വീട്. പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും അസൂയ തോന്നുന്ന പ്രൗഢി. വലിയ ഗേറ്റുകൾ, കാവൽക്കാർ, പൂന്തോട്ടങ്ങൾ. പക്ഷേ വീടിനുള്ളിൽ കടന്നാൽ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ചുമരുകൾക്ക് പോലും ചെവിയുണ്ട്. ചന്ദ്രികയുടെ മുറി ആഡംബരങ്ങൾ കൊണ്ട് നിറത്തിരിക്കുകയാണ്. വില കൂടിയ കർട്ടനുകൾ, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഫർണിച്ചറുകൾ, നിലത്ത് വിരിച്ച മൃദുവായ പരവതാനികൾ. പക്ഷേ ആ മുറിയിൽ ഇപ്പോഴുള്ളത് ഒരു ജീവച്ഛവമാണ്. ചന്ദ്രിക ജനലിനരികിൽ നിൽക്കുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ദൂരെ മലനിരകൾ കാണാം. അവിടെ എവിടെയോർ തൻ്റെ പ്രിയപ്പെട്ടവൻ ഇരിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി ആ മാർബിൾ തറയിൽ വീഴുന്നു. ആരും അത് തുടയ്ക്കാൻ വരുന്നില്ല. കൊട്ടാരത്തിലെ ദാസിമാർ പോലും ഭയത്തോടെയാണ് നടക്കുന്നത്. കാരണം തറവാട്ടിലെ കാരണവർ, ചന്ദ്രികയുടെ അച്ഛൻ, വളരെ ദേഷ്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ മാനം ആകാശത്തോളം വലുതാണ്. അതിലേക്കൊരിടയൻ കരിവാരിത്തേക്കാൻ ശ്രമിച്ചു എന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് വാതിൽ തുറന്ന് അച്ഛൻ കടന്നു വരുന്നു. കൂടെ അമ്മയുമുണ്ട്. അമ്മയുടെ മുഖത്ത് ഭയമാണ്. അവർക്ക് മകളെ സ്നേഹമുണ്ട്, പക്ഷേ ഭർത്താവിനെ എതിർക്കാനുള്ള ത്രാണിയില്ല. അച്ഛൻ്റെ നടപ്പിൽ തന്നെ ഒരു വിറയലുണ്ട്. നീ എന്താണ് വിചാരിച്ചത്? കാട്ടിൽ കിടക്കുന്ന ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകാമെന്നോ? നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് നീ തെരുവിലിട്ടു. അദ്ദേഹം അലറുന്നു. ആ ശബ്ദം ആ വലിയ മുറിയിൽ പ്രതിധ്വനിക്കുന്നു. ചന്ദ്രിക പേടിച്ചു വിറയ്ക്കുന്നു. അവളൊന്നും മിണ്ടുന്നില്ല. മിണ്ടിയാലത് അഗ്നിയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാകും. പഴയകാലത്തെ ജന്മി കുടുംബങ്ങളിൽ വിവാഹമെന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയല്ല, മറിച്ച് രണ്ട് തറവാടുകൾ തമ്മിലുള്ള ബിസിനസ് ഡീലാണ്. അവിടെ ലാഭനഷ്ട കണക്കുകൾ മാത്രമേ നോക്കൂ. പെൺകുട്ടികളുടെ ഇഷ്ടത്തിനവിടെ പുല്ലുവില പോലുമില്ല. ചന്ദ്രികയുടെ അച്ഛൻ അവളോട് പറയുന്നു, നാളെ നിന്നെ കാണാനൊരു കൂട്ടർ വരുന്നുണ്ട്. വലിയ പണക്കാരാണ്. ആ ചെറുക്കന് നിന്നെ ഇഷ്ടപ്പെട്ടാൽ ഉടനെ കല്യാണം. നീ വാ തുറന്ന് എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ പിന്നെ ആ ഇടയച്ചക്കൻ ജീവനോടെ ഇരിക്കില്ല. ആ ഭീഷണിയിലാണ് ചന്ദ്രിക തകർന്നു പോകുന്നത്. സ്വന്തം ജീവിതം പോയാലും സാരമില്ല, പക്ഷേ രമണൻ ഒന്നും സംഭവിക്കരുത്. അച്ഛൻ്റെ സ്വാധീനം അവൾക്ക് നന്നായി അറിയാം. അദ്ദേഹം വിചാരിച്ചാൽ രമണനെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി. പാവപ്പെട്ടവൻ്റെ ജീവന് അന്നത്തെ കാലത്ത് വലിയ വിലയൊന്നുമില്ലല്ലോ. പോലീസ് സ്റ്റേഷനുകളും കോടതികളുമൊക്കെ പണക്കാരുടെ പോക്കറ്റിലായിരുന്നു. അതുകൊണ്ട് ചന്ദ്രികയ്ക്ക് മുന്നിൽ വേറെ വഴികളില്ല. അവളൊരു പാവയെപ്പോലെ തലയാട്ടുന്നു. അമ്മ അരികിൽ വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. മോളെ, നീ ഞങ്ങളെ മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കാൻ പറ്റില്ല. അമ്മ ഉപദേശിക്കുന്നു. എന്ത് വിചിത്രമായ ന്യായമാണല്ലേ! സമൂഹം എന്തു വിചാരിക്കും എന്ന പേടിയിൽ സ്വന്തം മകളുടെ കഴുത്തറക്കാൻ കൂട്ടുനിൽക്കുന്ന സ്നേഹം. ചന്ദ്രികയുടെ മനസ്സിൽ അപ്പോൾ രമണൻ പാടിയ പാട്ടുകൾ മുഴങ്ങുന്നുണ്ടാകാം. ആ പാട്ടുകളിലെ സ്വാതന്ത്ര്യം അവൾക്ക് ഈ സ്വർണ്ണക്കൂട്ടിനുള്ളിൽ കിട്ടില്ല. അവൾ ധരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ അവൾക്ക് വലിയ ഭാരമായി തോന്നുന്നു. അതൊരു ചങ്ങലയാണ്, സ്വർണം കൊണ്ടുണ്ടാക്കിയ ചങ്ങല. മുറിയിൽ വീണ്ടും നിശബ്ദത. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞു. ചന്ദ്രിക തനിച്ചായി. അവൾ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കുന്നു. ആ മുഖത്ത് ഇപ്പോൾ പ്രണയമില്ല, മറിച്ച് തോൽവി സംബന്ധിച്ച ഒരു പോരാളിയുടെ ക്ഷീണം മാത്രമാണ്. അവൾ ആലോചിക്കുന്നു, താൻ ജനിച്ചത് ഒരു പാവപ്പെട്ട വീട്ടിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്കിൽ ആരും തടയില്ലായിരുന്നു. പണം ചിലപ്പോൾ വലിയൊരു ശാപമാണ്. അത് നമ്മളെ മനുഷ്യരിൽ നിന്ന് അകറ്റുന്നു. പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങുന്നു.
ആ മഴത്തുള്ളികൾ ജനൽ ചില്ലുകളിൽ വന്നടിക്കുന്നു. രമണൻ ഇപ്പോൾ നനയുന്നുണ്ടാകുമോ? അവൾക്ക് അത് ഓർക്കാൻ പോലും വയ്യ. പിന്നീടുള്ള ദിവസങ്ങൾ കൊട്ടാരത്തിൽ വലിയ തിരക്കായിരുന്നു. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. വീട് മുഴുവൻ തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു. വലിയ പന്തലുകൾ ഉയരുന്നു. നാട്ടുകാർ മുഴുവൻ ഇവിടേക്ക് ഒഴുകുകയാണ്. എല്ലാവർക്കും സന്തോഷം. അയ്യോ, നമ്മുടെ തമ്പുരാട്ടിക്ക് എന്തു ഭാഗ്യമാണ്, ഇത്ര വലിയ വീട്ടിലേക്കാണല്ലോ പോകുന്നത് എന്ന് നാട്ടുകാർ പരസ്പരം പറയുന്നു. ഇവരാരും അറിയുന്നില്ല ആ പന്തലിനുള്ളിൽ നടക്കാൻ പോകുന്നത് ഒരു ബലി കഴിക്കലാണെന്ന്. മണവാട്ടി എന്ന പേരിൽ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ കഴുത്തറക്കുന്ന ചടങ്ങാണ് ഈ വിവാഹം. ചന്ദ്രികയെ അണിയിച്ചൊരുക്കാൻ തോഴിമാർ വരുന്നു. പട്ടും വളയുമൊക്കെയായി അവർ അവളെ ഒരുക്കുകയാണ്. തമ്പുരാട്ടി, ഒന്ന് ചിരിക്കൂ, ഇന്ന് കല്യാണ നിശ്ചയമല്ലേ? ഒരു തോഴി പറയുന്നു. ചന്ദ്രികയുടെ ചുണ്ടിൽ ഒരു നിർജീവമായ ചിരി വരുന്നു. ഉള്ളിൽ കരയുകയും പുറത്തു ചിരിക്കുകയും ചെയ്യുന്ന കല അവൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. പണക്കാരുടെ മക്കൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണല്ലോ അത്, അഭിനയം. അവൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് സ്വന്തം രൂപമല്ല, മറിച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വസ്തുവിനെയാണ്. അതിനിടയിൽ അവൾ രമണൻ എഴുതിയ ആ കത്ത് എങ്ങനെയാണ് കൊടുത്തുവിട്ടതെന്നുകൂടി പറയണമല്ലോ. വിശ്വസ്തനായ ഒരു വേലക്കാരനെ അവൾ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ചു. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു മോതിരം അവന് കൈക്കൂലിയായി നൽകേണ്ടി വന്നു. ഇതാർക്കും കൊടുക്കാതെ അവന് എത്തിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് വെറുമൊരു കത്തായിരുന്നില്ല, അവളുടെ മരണമൊഴിയായിരുന്നു. താൻ ചതിക്കുകയല്ല, മറിച്ച് വിധേയയാവുകയാണെന്ന് രമണൻ അറിയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ ആ വീട്ടിൽ വരുന്ന അതിഥികളെല്ലാം ചന്ദ്രികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. എന്തൊരൈശ്വര്യം, ലക്ഷ്മീദേവിയെപ്പോലെയുണ്ട് എന്നൊക്കെയാണ് കമന്റുകൾ. ഈ പുകഴ്ത്തലുകൾ കേൾക്കുമ്പോൾ അവൾക്ക് ഓക്കാനം വരുന്നു. ഇവരാരും അവളുടെ ഉള്ളിലെ കനൽ കാണുന്നില്ല. അവളുടെ അച്ഛൻ അതിഥികൾക്കിടയിൽ അഭിമാനത്തോടെ നടക്കുന്നു. അദ്ദേഹം വിജയിച്ചു. മകളുടെ ഭ്രാന്തു മാറ്റി അവളെ ശരിയായ വഴിക്ക് കൊണ്ടുവന്നതിൻ്റെ അഹങ്കാരം ആ മുഖത്തുണ്ട്. അദ്ദേഹം വിചാരിക്കുന്നത് താൻ മകൾക്ക് നല്ലൊരു ജീവിതം നൽകിയെന്നാണ്. സുഖസൗകര്യങ്ങളുണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞോളും എന്നൊരു തെറ്റിദ്ധാരണ പണ്ടേ നമ്മുടെ കാരണവന്മാർക്കുണ്ട്. കല്യാണ നിശ്ചയത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നു. വരൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. വരൻ ഒരു യുവ കോടീശ്വരൻ. കാണാൻ കുഴപ്പമില്ല. പാട്ടും നൃത്തവുമൊന്നുമില്ലെങ്കിലും പണത്തിന് കുറവില്ല. അയാൾ ചന്ദ്രികയെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ പ്രണയമില്ല, മറിച്ച് ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന ഒരു ഭാവമാണ്. ഇനി ഇവൾ എൻ്റേതാണ് എന്ന ഭാവം. രമണന്റെ നോട്ടത്തിലുണ്ടായിരുന്ന ആ ആരാധനയും ബഹുമാനവും ഇയാളുടെ കണ്ണുകളിലില്ലെന്ന് ചന്ദ്രിക തിരിച്ചറിയുന്നു. രാത്രിയാവുമ്പോൾ ചന്ദ്രിക വീണ്ടും തൻ്റെ മുറിയിൽ തനിച്ചാകുന്നു. ജനൽ തുറന്നിടാൻ അവൾക്ക് പേടിയാണ്. എങ്ങാനും ഓടക്കുഴൽ വിളി കേട്ടാൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൾ ജനലുകൾ കൊട്ടിയടയ്ക്കുന്നു, കർട്ടനുകൾ വലിച്ചിടുന്നു. പുറം ലോകത്തെ അവൾ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്നു. ഇനി അവളുടെ ലോകം ഈ 4 ചുവരുകൾക്കുള്ളിലാണ്. സ്വപ്നങ്ങൾ കാണാൻ അവൾക്ക് അവകാശമില്ല. കിടക്കയിൽ കിടന്ന് അവൾ മച്ചിലേക്ക് നോക്കുന്നു. അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ചിത്രപ്പണികൾക്ക് പോലും തന്നെ പരിഹസിക്കുന്ന ഭാവമാണെന്ന് അവൾക്ക് തോന്നുന്നു. രമണ, എന്നോട് ക്ഷമിക്കൂ, അവൾ മന്ത്രിക്കുന്നു. ആ വാക്കുകൾ മുറിയിലെ ഇരുട്ടിൽ അലിഞ്ഞു ചേരുന്നു. ചന്ദ്രിക എന്ന വ്യക്തി അവിടെ മരിച്ചു. ഇനി ബാക്കിയുള്ളത് വെറുമൊരു ഭാര്യയും മരുമകളും മാത്രമാണ്. സ്വർണ്ണക്കൂട് എന്നൊക്കെ കവികൾ പറയും. പക്ഷേ അതിനുള്ളിലിരിക്കുന്ന കിളിക്ക് അത് ഇരുമ്പുകൂട് തന്നെയാണ്. പുറമേ സ്വർണമാണെന്ന് മാത്രം. നാളെ മുതൽ അവൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്, പഴയതെല്ലാം മറന്ന്. പക്ഷേ മറവി അത്ര എളുപ്പമാണോ? മനസ്സിനെ ചങ്ങലക്കിടാൻ ആർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ ആ ദിവസം വന്നെത്തി. കലണ്ടറിലെ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തേണ്ട ദിവസം. നാട് മുഴുവൻ ആഘോഷത്തിലാണ്. എങ്ങും മേളങ്ങളുടെയും വെടിക്കെട്ടിൻ്റെയും ശബ്ദം. ചന്ദ്രികയുടെ വിവാഹമാണ്. പാവപ്പെട്ടവൻ്റെ പ്രണയം കുഴിച്ചു മൂടപ്പെടുന്ന അതേ ദിവസം തന്നെയാണ് പണക്കാരൻ്റെ മകളുടെ വിവാഹം നടക്കുന്നത് എന്നത് വിധിയുടെ ഒരു വിരോധാഭാസമാണല്ലോ. ഗ്രാമത്തിലെ ഓരോ മുക്കിലും മൂലയിലും മൈക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിലൂടെ ഒഴുകിവരുന്ന കല്യാണപ്പാട്ടുകൾ മലമുകളിലിരിക്കുന്ന രമണന്റെ കാതുകളിൽ വരെ എത്തുന്നുണ്ട്. ഓരോ പാട്ടും അവൻ്റെ നെഞ്ചിൽ തീ കോരിയിടുന്നത് പോലെയാണ്. രമണൻ ഇന്ന് ആടുകളെ അഴിച്ചുവിട്ടില്ല. അവൻ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ മുട്ടുകാലിൽ തലവെച്ച് ചുരുണ്ടുകൂടിയിരിക്കുകയാണ്.
താഴെ ഗ്രാമത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾ അവന് കാണേണ്ട, പക്ഷേ ശബ്ദങ്ങളെ തടഞ്ഞു നിർത്താൻ അവന് കഴിയുന്നില്ലല്ലോ. ചെണ്ടമേളത്തിൻ്റെ ശബ്ദം കാറ്റിലൂടെ ഒഴുകി വന്ന് അവൻ്റെ ഹൃദയത്തിൽ പ്രഹരിക്കുന്നു. നിന്റെ ചന്ദ്രിക ഇപ്പോൾ വേറൊരാളുടേതാണ് എന്നാ ചെണ്ടകൾ വിളിച്ചു പറയുന്നതുപോലെ അവന് തോന്നുന്നു. മദനൻ അവൻ്റെ അടുത്ത് തന്നെയുണ്ട്. മദനന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ആ ശബ്ദമൊന്ന് നിന്നിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നു. എടാ രമണ, നീ എന്തിനാ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോയാലോ? അവിടെയാകുമ്പോൾ ഈ ശല്യം കേൾക്കില്ല. മദനൻ ചോദിക്കുന്നു. രമണൻ മെല്ലെ തലയുയർത്തി. അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. വേണ്ട മദന, ഞാൻ കേൾക്കട്ടെ. എൻ്റെ ചന്ദ്രികയുടെ വിവാഹമല്ലേ. ഞാൻ നേരിട്ട് പോയിട്ടില്ലെങ്കിലും ഈ ശബ്ദത്തിലൂടെയെങ്കിലും ഞാനവിടെ ഉണ്ടല്ലോ. അവൻ മറുപടി പറയുന്നു. എന്തു വിചിത്രമായ സ്നേഹമാണല്ലേ. തന്നെ കൊന്നവളോട് പോലും ദേഷ്യം തോന്നാത്ത സ്നേഹം. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ചന്ദ്രിക വാക്ക് മാറ്റിയത് സത്യമാണ്, പക്ഷേ അവളത് സന്തോഷത്തോടെ ചെയ്തതല്ല. എന്നാൽ രമണൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ ചതിയാണ്. മരണം വരെ കൂടെയുണ്ടാകും എന്നു പറഞ്ഞ നാവുകൊണ്ട് തന്നെ അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു എന്നത് അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വാക്കുകൾക്ക് ഇത്ര വിലയേ ഉള്ളൂ. പണത്തിൻ്റെ കിലുക്കം കേൾക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ വെറും ജലരേഖകളായി മാറുമോ? ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്ന കാര്യമാണിത്. അധികാരത്തിനും സമ്പത്തിനും മുന്നിൽ പ്രണയം പലപ്പോഴും തോറ്റുപോകാറുണ്ട്. പക്ഷേ അത് അനുഭവിക്കുന്നവൻ്റെ വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഗ്രാമത്തിൽ നിന്നുള്ള ചിലർ ആ വഴി പോകുമ്പോൾ സംസാരിക്കുന്നത് രമണൻ കേൾക്കുന്നുണ്ട്. എന്തൊരു കല്യാണം! സ്വർണത്തിൽ കുളിച്ചാണ് പെണ്ണ് നിൽക്കുന്നത്. ചെറുക്കൻ വന്ന കാറ് കണ്ടോ? കപ്പല് പോലുണ്ട്. നാട്ടുകാരുടെ ഈ വർത്തമാനം രമണനെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നു. അവൾ സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന ചിത്രം അവൻ്റെ മനസ്സിൽ തെളിയുന്നു. പണ്ട് കാട്ടുപൂക്കൾ ചൂടി നിന്ന ആ ലളിതസുന്ദരി ഇപ്പോൾ ആഭരണങ്ങൾക്കുള്ളിൽ ശ്വാസം മുട്ടുകയായിരിക്കും. അവളുടെ കഴുത്തിൽ താൻ ചാർത്തേണ്ടിയിരുന്ന താലി ഇപ്പോൾ വേറൊരുവൻ ചാർത്താൻ പോകുന്നു. ഈ ചിന്ത അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. രമണൻ പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ പാറയുടെ അറ്റത്തേക്ക് നടന്നു. അവിടെ നിന്ന് നോക്കിയാൽ ദൂരെ ആ വലിയ പന്തൽ അവ്യക്തമായി കാണാം. അവിടെ ഉയരുന്ന പുക, അത് സദ്യയുടേതാകാം, അല്ലെങ്കിൽ ഹോമകുണ്ഡത്തിലേതാകാം. പക്ഷേ രമണന് അത് തോന്നുന്നത് തൻ്റെ സ്വപ്നങ്ങൾ കത്തിച്ചാമ്പലാകുന്ന പുകയായിട്ടാണ്. അവൻ കൈകൾ ആകാശത്തേക്കുയർത്തി. ആരെയാണവൻ ശപിക്കുന്നത്? ദൈവത്തെയോ അതോ ചന്ദ്രികയെയോ? അറിയില്ല. അവൻ്റെ നിഴൽ പോലും അവനെ നോക്കി സഹതാപത്തോടെ തലയാട്ടുന്നുണ്ടാകാം. സമയം ഉച്ചയോടടുക്കുന്നു. മുഹൂർത്തമടുത്തു. ചെണ്ടമേളത്തിൻ്റെ വേഗത കൂടി, ഒപ്പം നാദസ്വരവും. അത് കേൾക്കുമ്പോൾ രമണൻ്റെ ഉള്ളിലൊരു സ്ഫോടനം നടക്കുകയാണ്. ആ മംഗളവാദ്യം അവന് മരണമണിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. കൃത്യം ആ സമയത്ത് ചന്ദ്രികയുടെ കഴുത്തിൽ താലി വീഴുന്ന ആ നിമിഷം രമണൻ അറിയാതെ ഒന്ന് ഞെട്ടി. എന്തോ ഒന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയതുപോലെ. ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരമായി അവൻ മാറി. കഴിഞ്ഞു മദന, എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ചന്ദ്രികയില്ല, അവൻ മന്ത്രിച്ചു. ആ നിമിഷം വരെ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സിനിമയിലൊക്കെ കാണുന്ന പോലെ അവസാന നിമിഷം അവൾ കല്യാണപ്പന്തലിൽ നിന്ന് ഇറങ്ങി ഓടി വരുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്നോ അവൻ കരുതിയിട്ടുണ്ടാകാം. മനുഷ്യ മനസ്സങ്ങനെയാണല്ലോ. മുങ്ങിത്താഴുമ്പോഴും ഒരു വൈക്കോൽ തുമ്പിൽ പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ ആ അവസാന പ്രതീക്ഷയും ഇപ്പോൾ അസ്തമിച്ചു. റിയാലിറ്റി അതിൻ്റെ ഏറ്റവും ക്രൂരമായ രൂപത്തിൽ അവൻ്റെ മുന്നിൽ നിൽക്കുന്നു. രമണൻ മദനന്റെ നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖത്തിപ്പോൾ സങ്കടമല്ല, മറിച്ച് ഒരുതരം മരവിപ്പാണ്. മദന, അവൾ എന്നോട് പറഞ്ഞത് കള്ളമായിരുന്നു. ഈ കാട്ടിലെ പൂക്കളെ സാക്ഷിയാക്കി അവൾ പറഞ്ഞ വാക്കുകൾ, അതൊക്കെ വെറും അഭിനയമായിരുന്നു. രമണന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മദനന് കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ അത് അഭിനയമായിരുന്നില്ല എന്ന് മദനനറിയാം. പക്ഷെ സാഹചര്യം മനുഷ്യനെ മാറ്റും. പക്ഷെ അത് രമണനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലാണ് ഇപ്പോൾ രമണനെ കാർന്നു തിന്നുന്നത്. വിവാഹസദ്യയുടെ മണം കാറ്റിലൂടെ വരുന്നുണ്ട്. പായസത്തിൻ്റെയും വറുത്തതിൻ്റെയും മണം. വിശപ്പ് എന്ന വികാരം രമണൻ മറന്നിട്ട് ദിവസങ്ങളായി. ഈ മണം അവനെ ഓക്കാനമുണ്ടാക്കുന്നു. താഴെ ആളുകൾ വയറു നിറച്ചുണ്ണുമ്പോൾ ഇവിടെ ഒരുവൻ ഹൃദയം പൊട്ടി നിൽക്കുകയാണ്. ലോകത്തിൻ്റെ ഈ അസമത്വം കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് മദനൻ അറിയില്ല. നമുക്ക് പോകാം രമണ, ഇവിടെ നിന്നാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും. മദനൻ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. പക്ഷെ രമണൻ അനങ്ങിയില്ല. അവൻ ആ പന്തലിൻ്റെ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിലിപ്പോൾ ഒരു സിനിമയോടുന്നുണ്ട്. ചന്ദ്രിക ഭർത്താവിൻ്റെ കൈ പിടിച്ച് കാറിൽ കയറുന്നു. അവൾ പുതിയൊരു വീട്ടിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് യാത്രയാകുന്നു. ആ യാത്രയിൽ രമണൻ എന്ന പേര്
അവൾ വഴിയിൽ ഉപേക്ഷിച്ച ഒരു പഴയ ബാഗ് പോലെയാകും. അവൾക്ക് ഭാവിയിൽ കുട്ടികളുണ്ടാകും, പേരക്കുട്ടികളുണ്ടാകും. അപ്പോഴും രമണൻ ഈ മലമുകളിൽ ആ പഴയ പാട്ടും പാടി അലഞ്ഞുതിരിയുന്ന ഒരു പ്രേതമായി അവശേഷിക്കും. ഈ ചിന്ത അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. രമണൻ തൻ്റെ കയ്യിലിരുന്ന ഓടക്കുഴലെടുത്തു. അവൻ അതിലേക്ക് നോക്കി. പണ്ട് ചന്ദ്രികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അവൻ പാടാൻ ശ്രമിച്ചു. പക്ഷേ ഓടക്കുഴലിൽ നിന്ന് ശബ്ദം വന്നില്ല. പകരം ഒരു വിങ്ങൽ മാത്രം. അവൻ്റെ ശ്വാസം പോലും അവനെ അനുസരിക്കുന്നില്ല. സംഗീതം സന്തോഷമുള്ളപ്പോൾ മാത്രം വരുന്ന ഒന്നാണെന്ന് അവൻ തിരിച്ചറിയുന്നു. തകർന്ന ഹൃദയത്തിൽ നിന്ന് സംഗീതമല്ല, വിലാപമാണ് വരിക. അവൻ ആ ഓടക്കുഴൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്നു വീണത് ഒരു പാറക്കൂട്ടത്തിനിടയിലാണ്. അതോടുകൂടി രമണനിലെ ഗായകനും മരിച്ചു. ഇനി എന്ത്? സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. ചന്ദ്രിക എന്ന അധ്യായം അവസാനിച്ചു. പക്ഷേ പുസ്തകം അടച്ചുവെക്കാൻ രമണന് കഴിയുന്നില്ല. അവൻ ആ ശൂന്യതയിലേക്ക് നോക്കി ചിരിച്ചു. ഭ്രാന്തമായൊരു ചിരി. സ്നേഹം മരിച്ചു മദന, ഇനി ബാക്കിയുള്ളത് വെറും ശരീരം മാത്രം, അവൻ പറഞ്ഞു. ആ വാക്കുകളിൽ വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ സൂചനയുണ്ടായിരുന്നു. മദനൻ ഭയത്തോടെ അവനെ നോക്കി. ഈ രമണനെ അവന് പരിചയമില്ല. ഇത് വേറെ ആരോ ആണ്. പ്രണയനഷ്ടം മനുഷ്യനെ മൃഗമാക്കുമോ അതോ ചെകുത്താനാക്കുമോ അറിയില്ല. പക്ഷേ രമണൻ ഇപ്പോൾ മനുഷ്യനല്ല, വെറുമൊരു വേദന മാത്രമാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് ഗ്രാമം വീണ്ടും പഴയ പടിയിലായി. പന്തലുകൾ പൊളിച്ചുമാറ്റി, മൈക്കുകൾ അഴിച്ചുകൊണ്ടുപോയി. നാട്ടുകാർ അവരുടെ തിരക്കുകളിലേക്ക് മടങ്ങി. കല്യാണസദ്യയുടെ രുചി നാവിൻ തുമ്പിൽ നിന്ന് മാറും മുൻപേ ചന്ദ്രികയുടെ വിവാഹം അവർക്ക് വെറുമൊരു പഴയ വാർത്തയായി മാറി. പക്ഷേ മലമുകളിലെ ആ ചെറിയ കുടിലിൽ മാത്രം സമയം നിശ്ചലമായി നിൽക്കുകയാണ്. അവിടെ കലണ്ടറിലെ താളുകൾ മറിയുന്നില്ല. രാവും പകലും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. രമണൻ ഇപ്പോൾ ആ പഴയ രമണനല്ല. ആടുകളെ മേയ്ക്കാൻ അവൻ പോകാറില്ല. അവറ്റകൾ വിശന്ന് കരയുമ്പോൾ മദനനാണ് അവയെ നോക്കുന്നത്. രമണൻ കുടിലിന് പുറത്തെ തിണ്ണയിൽ കാലുകൾ തൂക്കിയിട്ട് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കും, മണിക്കൂറുകളോളം അനക്കമില്ലാതെ. അവൻ്റെ കണ്ണുകളിൽ ജീവനില്ല. ഒരു മീനിൻ്റെ കണ്ണുകൾ പോലെ തുറിച്ചു നോക്കുന്ന ആ നോട്ടം കണ്ടാൽ ആർക്കും ഭയം തോന്നും. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. മദനൻ നിർബന്ധിച്ച് വായിൽ വെച്ചു കൊടുക്കുന്ന കഞ്ഞി പോലും അവൻ തുപ്പിക്കളയുന്നു. എനിക്ക് വിശപ്പില്ല മദന, എൻ്റെ വയറ് നിറഞ്ഞതാണ്, വേദന കൊണ്ട് എന്നവൻ പറയുമ്പോൾ കേട്ടുനിൽക്കുന്ന മദനൻ്റെ നെഞ്ച് തകർന്നു പോകും. രമണൻ്റെ രൂപം ആകെ മാറിപ്പോയി. ആ അഴകുള്ള മുടി ഇപ്പോൾ ജട പിടിച്ചു കിടക്കുന്നു. താടി വളർന്നു മുഖം വികൃതമായിരിക്കുന്നു. കവിളുകൾ ഒട്ടി, കണ്ണുകൾ കുഴിയിലായി. പണ്ട് കാട്ടിലെ രാജകുമാരനെ പോലെ നടന്നിരുന്നവൻ ഇപ്പോൾ ഒരു പ്രേതത്തെ പോലെയാണ്. ചിലപ്പോൾ അവൻ പെട്ടെന്ന് ചിരിക്കും, കാരണമില്ലാതെ. കാറ്റത്തുലയുന്ന ഇലകളെ നോക്കി അവൻ കൈകൊട്ടും. നോക്കുമദന, അവൾ വരുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ പട്ടുസാരി കാട്ടിൽ പറക്കുന്നത് എന്നവൻ ആവേശത്തോടെ വിളിച്ചു പറയും. മദനൻ നോക്കുമ്പോൾ അവിടെ ഉണങ്ങിയ ഇലകൾ മാത്രമേ കാണൂ. ഈ വിഭ്രാന്തിയാണ് ഏറ്റവും വലിയ ക്രൂരത. ചന്ദ്രിക പോയി എന്നത് അവൻ്റെ ബോധമനസ്സിനറിയാം. പക്ഷെ അവൻ്റെ ഉപബോധ മനസ്സ് അത് സമ്മതിക്കുന്നില്ല. അതവിടെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിലെ ഓരോ ശബ്ദവും അവന് ചന്ദ്രികയുടെ കാലച്ചയാണ്. ഓരോ നിഴലും അവളുടെ രൂപമാണ്. അവൻ കാറ്റിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ വൈകിയത്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നവൻ കാറ്റിനോട് ചോദിക്കും. തിരിച്ചു കിട്ടുന്ന മറുപടി കാറ്റിൻ്റെ മൂളൽ മാത്രമാണെങ്കിലും രമണൻ തലയാട്ടി എന്തൊക്കെയോ തിരിച്ചു പറയും. മദനൻ ഇതൊക്കെ കണ്ട് നിസ്സഹായനായി നിൽക്കുകയാണ്. പണ്ട് രമണനെ ഉപദേശിച്ചിരുന്ന മദനൻ ഇപ്പോൾ മൗനത്തിലാണ്. കാരണം ഉപദേശങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. മനസ്സിൻ്റെ താളം തെറ്റിയ ഒരാളോട് എന്ത് തത്വം പറഞ്ഞിട്ടും കാര്യമില്ല. രമണൻ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു സമാന്തര ലോകത്താണ്. അവിടെ ചന്ദ്രിക ഇപ്പോഴും അവൻ്റെ കൂടെയുണ്ട്. പക്ഷെ ആ ലോകത്തു നിന്ന് പുറത്തു വരുമ്പോൾ യാഥാർത്ഥ്യം അവനെ പൊള്ളിക്കുന്നു. ഒരു ദിവസം രമണൻ കുടിലിനുള്ളിൽ നിന്ന് പഴയൊളി കണ്ണാടിയെടുത്തു. അതിൽ സ്വന്തം മുഖം കണ്ടപ്പോൾ അവൻ ഞെട്ടി. ഇതാരാണ്? ഇത് ഞാനല്ല. എൻ്റെ ചന്ദ്രിക സ്നേഹിച്ച രമണൻ ഇങ്ങനെയല്ല എന്നു പറഞ്ഞവനോ കണ്ണാടി എറിഞ്ഞുടച്ചു. ചില്ലുകൾ ചിതറിത്തെറിച്ചു. അതിലൊരു ചില്ലുകൊണ്ട് അവൻ്റെ കൈ മുറിഞ്ഞു. ചോര വന്നിട്ടും അവൻ അറിഞ്ഞില്ല. ആ ചോരത്തുള്ളികൾ നോക്കി അവൻ പറഞ്ഞു, ഇതിന് ചുവപ്പ് നിറമല്ല, കറുപ്പ് നിറമാണ്. എൻ്റെ ഭാഗ്യം പോലെ കറുത്ത നിറം. വേദന അറിയാനുള്ള കഴിവ് പോലും അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരീരം വെറുമൊരു ഭാരം മാത്രമായി മാറിയിരിക്കുന്നു. രാത്രികളാണ് രമണന് ഏറ്റവും
ഏറ്റവും ഭയാനകം. ഉറക്കമെന്നത് അവൻ അന്യമായിട്ട് കാലങ്ങളായി. ഇരുട്ടായാൽ അവൻ്റെ ഉള്ളിലെ പേടി കൂടും. അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങും. ചന്ദ്രികേ, നീ എന്തിനാ എന്നെ ഇരുട്ടിൽ തനിച്ചാക്കി പോയത്? ഇവിടെ ഭയങ്കര തണുപ്പാണ് എന്നവൻ പുലമും. മദനൻ അവനെ ചേർത്തു പിടിച്ച് കിടത്തും. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മദനൻ്റെ നെഞ്ചിൽ കിടന്ന് അവൻ വിറയ്ക്കും. പണ്ട് മദനനെ സംരക്ഷിച്ചിരുന്ന രമണൻ ഇന്ന് മദനൻ്റെ സംരക്ഷണം യാചിക്കുന്ന ഒരു കൈക്കുഞ്ഞായി മാറിയിരിക്കുന്നു. ഒരു രാത്രി മദനൻ അറിയാതെ രമണൻ കുടിലിൽ നിന്നിറങ്ങിപ്പോയി. ഞെട്ടിയുണർന്ന മദനൻ അവനെ കാണാതെ പരിഭ്രാന്തനായി. അവൻ ടോർച്ചുമെടുത്ത് പുറകെ ഓടി. കാടിൻ്റെ വന്യത അന്ന് പതിവിലും കൂടുതലായിരുന്നു. മൂങ്ങകളുടെ മൂളലും ചീവീടുകളുടെ കരച്ചിലും മാത്രം. മദനൻ നോക്കുമ്പോൾ കാണുന്നത് അവർ പണ്ട് കണ്ടുമുട്ടിയിരുന്ന ആ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ രമണൻ ഇരിക്കുന്നതാണ്. അവിടെ കൂരിരുട്ടാണ്. പക്ഷേ രമണൻ ആരോടോ സംസാരിക്കുകയാണ്. നീ വന്നോ? എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. കല്യാണമൊക്കെ വെറും നാടകമല്ലേ? അവൻ ശൂന്യതയോട് ചോദിക്കുന്നു. അവൻ കൈകൾ നീട്ടി ആരെയോ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കൈകൾ കൂട്ടിമുട്ടുമ്പോൾ കിട്ടുന്നത് വെറും വായു മാത്രം. ആ തിരിച്ചറിവിൽ അവൻ വീണ്ടും തളരുന്നു. അയ്യോ, നീ എവിടെ? എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞവൻ കരയുന്നു. മദനൻ ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് ഈ കാഴ്ച കണ്ട് വാ പൊത്തി കരയുകയാണ്. കൂട്ടുകാരൻ്റെ ഈ അവസ്ഥ കാണുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് മദനന് തോന്നിപ്പോയി. ഇനി അല്പം മനഃശാസ്ത്രം പറയാം. കടുത്ത വിഷാദത്തിലേക്ക് വീഴുന്ന മനുഷ്യർക്ക് പലപ്പോഴും സ്ഥലകാലബോധം നഷ്ടപ്പെടാറുണ്ട്. രമണനും സംഭവിച്ചത് അതാണ്. അവൻ ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഒന്നാണ്. എല്ലാം ചന്ദ്രിക എന്ന ബിന്ദുവിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നു. അവൻ ആ പാറക്കെട്ടിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. ഈ മണ്ണിലല്ലേ നീ നടന്നത്? നിന്റെ ഗന്ധം ഇവിടെയല്ലേ? അവൻ മണ്ണിൽ മുഖമമർത്തി മണത്ത് നോക്കുന്നു. പണ്ട് അത്തരൻ്റെ ഗന്ധമുണ്ടായിരുന്ന ആ മണ്ണിൽ ഇപ്പോൾ ഉണങ്ങിയ ഇലകളുടെ മണം മാത്രമേയുള്ളൂ. മദനൻ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. രമണൻ്റെ തോളിൽ തൊട്ടു. രമണൻ ഞെട്ടിത്തിരിഞ്ഞു. ആരാത്? ചന്ദ്രികയുടെ അച്ഛനാണോ? എന്നെ കൊല്ലാൻ വന്നതാണോ? അവൻ ഭയത്തോടെ ചോദിച്ചു. മദനൻ പറഞ്ഞു, അല്ല രമണ, ഇത് ഞാനാണ്, നിന്റെ മദനൻ. രമണൻ കുറച്ചുനേരം മദനനെ ഉറ്റുനോക്കി. പിന്നെ ഒരു വല്ലാത്ത ചിരിയോടെ പറഞ്ഞു, ഓ, നീയായിരുന്നു. ഞാൻ കരുതി യമരാജാവാണെന്ന്. അല്ലെങ്കിലും എനിക്കിനി ആരാണുള്ളത്? നീ മാത്രമേ ഉള്ളൂ. അവർ തിരികെ നടക്കുമ്പോൾ രമണൻ ഒരു കാര്യം പറഞ്ഞു. മദന, ഈ കാടെന്നെ ശ്വാസം മുട്ടിക്കുന്നു. ഇവിടുത്തെ ഓരോ മരത്തിനും അവളുടെ മുഖമാണ്. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. അത് കേട്ടപ്പോൾ മദനന് ചെറിയൊരു ആശ്വാസം തോന്നി. ഒരുപക്ഷെ ഈ സ്ഥലം വിട്ടുപോയാൽ അവന് മാറ്റം വരുമോ? പുതിയൊരു സ്ഥലത്ത് പുതിയൊരു ജീവിതം തുടങ്ങാൻ അവന് കഴിഞ്ഞേക്കും. പക്ഷേ രമണന്റെ ഉദ്ദേശം അതായിരുന്നില്ല. അവൻ സ്ഥലമാറ്റമല്ല, മറിച്ച് ലോകം തന്നെ മാറാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മദനൻ വൈകിയാണ് മനസ്സിലാക്കിയത്. അന്ന് കുടിലിൽ തിരിച്ചെത്തിയ രമണൻ വളരെ ശാന്തനായിരുന്നു. ആ ശാന്തതയാണ് ബഹളത്തേക്കാൾ പേടിപ്പിക്കുന്നത്. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. അവൻ മദനനോട് പറഞ്ഞു, നീ കിടന്നുറങ്ങിക്കോ, ഞാൻ കുറച്ചുനേരം ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കട്ടെ. മദനൻ സമ്മതിച്ചു. പക്ഷേ രമണൻ നക്ഷത്രങ്ങളെ നോക്കുകയായിരുന്നില്ല. മറിച്ച് ആ നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള ഏതോ ലോകത്തേക്ക് പോകാനുള്ള വഴി ആലോചിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. വേദനയില്ലാത്ത, ചതിയില്ലാത്ത, ചന്ദ്രികയുടെ ഓർമ്മകൾ വേട്ടയാടാത്ത ഒരു ലോകം. അങ്ങനെയൊരിടം മരണം മാത്രമാണെന്ന് അവൻ്റെ ഇരുളകഞ്ഞ മനസ്സ് അവരോട് മന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു. രമണന്റെ ഈ അവസ്ഥ കണ്ട് മദനന്റെ സഹനം കെട്ടുപോകുകയാണ്. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലാകുന്നു. മരുന്ന് കഴിക്കുന്നതാണെങ്കിലും അത് കൊടുത്തേ പറ്റൂ എന്ന അവസ്ഥ. ഒരു ദിവസം രാവിലെ മദനൻ രമണന്റെ അടുത്തു ചെന്ന് തോളിൽ പിടിച്ചു കുലുക്കി. രമണൻ നിർജീവമായ കണ്ണുകളോടെ അവനെ നോക്കി. മദനന്റെ മുഖത്ത് അന്നുവരെ കാണാത്ത ഒരു ഗൗരവമുണ്ടായിരുന്നു. കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിലും ചുണ്ടുകളിൽ ദൃഢനിശ്ചയമുണ്ട്. അവന് തന്റെ കൂട്ടുകാരനെ തിരികെ വേണം, പഴയ ആ ചുറുചുറുക്കുള്ള രമണനെ. രമണ, നീ ഇതെന്താണ് കാണിക്കുന്നത്? ഒരു പെണ്ണുപോയതിന് നീ ജീവിതം അവസാനിപ്പിക്കുകയാണോ? മദനൻ ഉറക്കെ ചോദിച്ചു. മുഖം തിരിച്ചു. നിനക്ക് മനസ്സിലാവില്ല മദന, നീ പ്രണയിച്ചിട്ടില്ലല്ലോ, അവൻ പതുക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മദനന് ദേഷ്യം വന്നു. പ്രണയിച്ചില്ലായിരിക്കാം, പക്ഷേ എനിക്ക് സ്നേഹിക്കാനറിയാം. നിന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ പോലും നീ ഇത്രയും തകർന്നിട്ടില്ല. ഇതിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുവൾക്ക് വേണ്ടി നീ സ്വയം മരിക്കാൻ പോകുന്നു. ഇത് ഭ്രാന്താണ് രമണ, ശുദ്ധ ഭ്രാന്ത്. മദനൻ കാര്യങ്ങൾ കുറച്ചുകൂടി പച്ചയായി പറയാൻ തീരുമാനിച്ചു. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ ഇവിടെ കിടന്ന് കരയുമ്പോൾ അവൾ അവിടെ ഭർത്താവിന്റെ കൂടെ സുഖമായി ജീവിക്കുകയാണ്.
അവൾ നിന്നെ ഓർക്കുന്നുണ്ടാകും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പണക്കാരുടെ സ്നേഹം പോലെയാണ് അവരുടെ ഓർമ്മകളും. അധികകാലം നിൽക്കില്ല. നീ ഇവിടെ പട്ടിണി കിടന്ന് മരിച്ചാൽ അത് കേൾക്കുമ്പോൾ അവളൊന്ന് നെടുവീർപ്പിടുമായിരിക്കും. അത്രമാത്രം. അതിനുവേണ്ടിയാണോ നീ നിന്റെ ഈ വിലപ്പെട്ട ജന്മം കളയുന്നത്? മദനന്റെ വാക്കുകൾക്ക് ചാട്ടവാറടിയുടെ ശക്തിയുണ്ടായിരുന്നു. ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പ്രണയനഷ്ടം സംഭവിച്ച പുരുഷന്മാരെ സമൂഹം ദേവദാസ് പരിവേഷം നൽകി ആദരിക്കുന്നത്. പക്ഷേ മദനൻ എന്ന സുഹൃത്ത് അതിന് തയ്യാറല്ല. അവന് റിയാലിറ്റി ബോധ്യമുണ്ട്. രമണ, ഈ ലോകത്ത് എത്രയോ പേർക്ക് പ്രണയനഷ്ടം സംഭവിക്കുന്നു. അവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? ഇല്ല, അവർ അത് അതിജീവിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. നീയും അതാണ് ചെയ്യേണ്ടത്. നീ വലിയൊരു കവിയല്ലേ? നിന്റെ വേദന കവിതയാക്ക്. ലോകം നിന്നെ കേൾക്കും. അല്ലാതെ ഇങ്ങനെയൊരു കോഴിയെപ്പോലെ ചത്തൊടുങ്ങരുത്. രമണൻ മദനനെ ഉറ്റുനോക്കി. ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ എവിടെയോ കൊള്ളുന്നുണ്ട്. പക്ഷേ വിഷം തീണ്ടിയ ശരീരം മരുന്നു സ്വീകരിക്കാത്തതുപോലെ അവന്റെ മനസ്സ് ആ വാക്കുകളെ തള്ളിക്കളയുന്നു. മദന, നീ പറയുന്നത് ബുദ്ധിയാണ്. എന്റെ പ്രശ്നം ഹൃദയമാണ്. മുറിഞ്ഞ കൈ ഉണങ്ങും, പക്ഷേ ഉടഞ്ഞ ഹൃദയമുണങ്ങില്ല. എനിക്ക് ജീവിക്കണമെന്നുണ്ട്, പക്ഷേ ഓരോ ശ്വാസവും എനിക്ക് വേദനയാണ്. നീ എന്നോട് ശ്വാസം വിടരുത് എന്ന് പറയുന്നതിന് തുല്യമാണ് ജീവിക്കാൻ പറയുന്നത്. രമണന്റെ ഈ മറുപടി കേട്ട് മദനൻ തളർന്നുപോയി. യുക്തിയും വികാരവും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും വികാരം ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? മദനൻ പിന്നെയും വിട്ടില്ല. അവൻ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. നമ്മൾ ഒരുമിച്ച് ആടുകളെ മേയിച്ചു നടന്ന കാലം ഓർമ്മയുണ്ടോ? അന്ന് നമുക്ക് പെണ്ണില്ലായിരുന്നു, പണമില്ലായിരുന്നു. എന്നിട്ടും നമ്മൾ എത്ര സന്തോഷത്തിലായിരുന്നു. ആ പഴയ കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം. നീ ഈ കാട് വിട്ടുവാ. നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആളുകൾ. അവിടെ ആരും നിന്നെ തിരിച്ചറിയില്ല. നമുക്കെല്ലാം ആദ്യം മുതൽ തുടങ്ങാം. മദനന്റെ ശബ്ദത്തിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അവൻ രമണന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ പിടിയിൽ എന്നെ വിട്ടുപോകരുത് എന്നൊരപേക്ഷയുണ്ടായിരുന്നു. രമണൻ ആ കൈകളിലേക്ക് നോക്കി. പരുക്കൻ കൈകൾ, തന്നേക്കാൾ അധികം തന്നെ സ്നേഹിക്കുന്ന കൈകൾ. ഒരു നിമിഷം രമണന്റെ കണ്ണ് നിറഞ്ഞു. ചന്ദ്രികയുടെ സ്നേഹം കപടമായിരുന്നിരിക്കാം, പക്ഷെ മദനന്റെ സൗഹൃദം സത്യമാണ്. ആ സത്യത്തിനു മുന്നിൽ താൻ തോറ്റുപോവുകയാണോ? രമണൻ മെല്ലെ മദനന്റെ കയ്യിൽ തലവെച്ചു. എനിക്കറിയില്ല മദന, ഞാൻ ശ്രമിക്കാം, പക്ഷെ എനിക്ക് ഉറപ്പു തരാൻ പറ്റില്ല, അവൻ വിക്കി വിക്കി പറഞ്ഞു. ആ വാക്കുകൾ മദനന് വലിയൊരാശ്വാസമായി. പൂർണ്ണമല്ലെങ്കിലും ഒരു ചെറിയ മാറ്റം. ഇരുളടഞ്ഞ തുരങ്കത്തിൽ ഒരു ചെറിയ വെളിച്ചം കണ്ടതുപോലെ മദനൻ സമാധാനിച്ചു. പക്ഷേ ആ വെളിച്ചം വരാനിരിക്കുന്ന ട്രെയിനിൻ്റേതായിരുന്നു എന്ന് മദനൻ അറിഞ്ഞില്ല. അന്നു വൈകുന്നേരം മദനൻ വളരെ സന്തോഷത്തിലായിരുന്നു. രമണൻ കുറച്ച് കഞ്ഞി കുടിച്ചു എന്നത് തന്നെ അവന് വലിയ കാര്യമായി തോന്നി. അവൻ രമണനെ കുളിപ്പിച്ചു, മുടിയൊക്കെ ചീകി ഒതുക്കി കൊടുത്തു. നോക്ക്, ഇപ്പോൾ നിന്നെ കാണാൻ എന്തു ഭംഗിയാണ്. പഴയ രമണൻ തിരിച്ചു വന്നു, മദനൻ കണ്ണാടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. രമണൻ വെറുതെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ജീവനില്ലായിരുന്നെങ്കിലും മദനൻ അത് കാര്യമാക്കിയില്ല. തുടക്കം നന്നായല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അവൻ. മദനൻ പഴയ തമാശകൾ പറയാൻ തുടങ്ങി. കാട്ടിലെ മുയലിനെ പിടിക്കാൻ പോയതും തേനീച്ച കുത്തിയതുമൊക്കെ പറഞ്ഞ് അവൻ രമണനെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. രമണനും ഇടയ്ക്ക് അതൊക്കെ കേട്ട് തലയാട്ടുന്നുണ്ട്. പക്ഷേ രമണന്റെ മനസ്സ് അവിടെയല്ലായിരുന്നു. അവൻ മദനനെ വേദനിപ്പിക്കാതിരിക്കാൻ അഭിനയിക്കുകയായിരുന്നു. തൻ്റെ സുഹൃത്ത് തനിക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടുമ്പോൾ അവനെ നിരാശനാക്കരുത് എന്ന് രമണൻ കരുതി. അതുകൊണ്ട് അവൻ മദനന്റെ തമാശകൾക്ക് മറുപടി പറഞ്ഞു, ഇടയ്ക്ക് ചിരിക്കാൻ ശ്രമിച്ചു. നാളെ നമുക്ക് അരുവിയിൽ പോയി മീൻ പിടിക്കാം, മദനൻ ആവേശത്തോടെ പറഞ്ഞു. അവിടുത്തെ തണുത്ത വെള്ളത്തിലിറങ്ങിയാൽ നിന്റെ ഈ ഭ്രാന്തൊക്കെ മാറും. രമണൻ സമ്മതിച്ചു. ശരി മദന, നമുക്ക് പോകാം. ഈ സമ്മതം നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. അവൻ കരുതി താൻ ജയിച്ചു എന്ന്. സ്നേഹം കൊണ്ട് മരണത്തെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് അവൻ വിശ്വസിച്ചു. രാത്രിയായി. മദനൻ രമണന്റെ അടുത്തു തന്നെ പായ വിരിച്ചു കിടന്നു. ഇന്നെനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രമണ. കുറേ ദിവസങ്ങൾക്ക് ശേഷം മനസമാധാനമായിട്ട് ഉറങ്ങാൻ പോകുന്നു, മദനൻ പറഞ്ഞു. അവൻ രമണന്റെ കൈ പിടിച്ചു കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മദനന്റെ കൂർക്കൻ വലി കേട്ടു തുടങ്ങി. പാവം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവൻ ഉറങ്ങിയിട്ടില്ലല്ലോ. ക്ഷീണം കൊണ്ട് അവൻ പെട്ടെന്നുറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ രമണൻ ഉറങ്ങിയില്ല. അവൻ മദനന്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. ആ മുഖത്തിപ്പോൾ സമാധാനമുണ്ട്. തൻ്റെ കൂട്ടുകാരനെ തിരികെ കിട്ടി എന്ന വിശ്വാസത്തിൻ്റെ സമാധാനം. രമണന് കുറ്റബോധം തോന്നി. എന്നോട് ക്ഷമിക്കൂ മദന, നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ എനിക്കിനി ഇടമില്ല, അവൻ മനസ്സിൽ പറഞ്ഞു. മദനൻ പിടിച്ചിരുന്ന കൈ രമണൻ മെല്ലെ വിടുവിച്ചു. മദനൻ ഒന്ന് അനങ്ങിയെങ്കിലും ഉണർന്നില്ല. രമണൻ എഴുന്നേറ്റിരുന്നു. കുടിലിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്ത് നിലാവുണ്ട്.
പ്രകൃതി വളരെ ശാന്തമാണ്. രമണന്റെ മനസ്സിലെ കൊടുങ്കാറ്റിന് വിപരീതമായി പുറംലോകം നിശബ്ദമായി ഉറങ്ങുന്നു. അവൻ തിരിഞ്ഞ് മദനനെ ഒരിക്കൽ കൂടി നോക്കി. ഒരുപക്ഷെ ഇത് അവസാനത്തെ നോക്കാവാം. മദനന്റെ ഉപദേശങ്ങൾ ശരിയാണ്, പക്ഷേ ആ ശരികൾ പാലിക്കാൻ തനിക്ക് കരുത്തില്ല എന്ന് രമണൻ ഉറപ്പിച്ചു കഴിഞ്ഞു. തകർന്ന ഒരു വീട് പെയിന്റടിച്ച് നന്നാക്കാൻ നോക്കുന്നത് പോലെയാണ് മദനൻ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അടിത്തറ ഇടിഞ്ഞ വീട് നിലനിൽക്കില്ലല്ലോ. രമണന്റെ ഉള്ളിലിപ്പോൾ കരച്ചിലില്ല, ഒരു തരം മരവിപ്പ് മാത്രം. തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംശയങ്ങൾക്ക് സ്ഥാനമില്ല. അവൻ മദനന്റെ തലയ്ക്കലിരുന്ന ഒരു ചെറിയ കടലാസ് കഷണമെടുത്തു. അതിലെന്തോ എഴുതണം എന്നവന് തോന്നി, പക്ഷേ വാക്കുകൾ കിട്ടിയില്ല. എന്തു പറഞ്ഞാണ് ഈ സൗഹൃദത്തോട് യാത്ര പറയുക? വാക്കുകൾക്കപ്പുറമാണ് അവരുടെ ബന്ധം. അവൻ ആ കടലാസ് തിരിച്ചുവെച്ചു. ചിലപ്പോൾ ഒന്നും പറയാതെ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മദനൻ തന്നെ തടഞ്ഞാലോ? അവൻ മെല്ലെ എഴുന്നേറ്റു. കാലൊച്ച കേൾപ്പിക്കാതെ വാതിലിനടുത്തേക്ക് നടന്നു. പണ്ട് ചന്ദ്രികയെ കാണാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന അതേ നെഞ്ചിടിപ്പിപ്പോഴുമുണ്ട്. പക്ഷേ അന്നത് പ്രണയത്തിനു വേണ്ടിയായിരുന്നെങ്കിൽ ഇന്നത് മരണത്തിനു വേണ്ടിയാണെന്ന് മാത്രം. വാതിൽ തുറന്നവൻ പുറത്തിറങ്ങി. തണുത്ത കാറ്റവനെ സ്വീകരിച്ചു. വാ രമണ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്നാ കാറ്റ് മന്ത്രിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ തിരിഞ്ഞു നോക്കാതെ ഇരുട്ടിലേക്ക് നടന്നു. കുടിലിനുള്ളിൽ മദനൻ നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങുകയായിരുന്നു. നാളെ ഉണരുമ്പോൾ അവനെ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഞെട്ടലാണെന്നറിയാതെ. രമണൻ ആ ഇരുട്ടിലൂടെ നടക്കുകയാണ്. പണ്ട് ചന്ദ്രികയെ കാണാൻ ഓടിപ്പോയിരുന്ന അതേ വഴികൾ. പക്ഷേ അന്ന് ഈ വഴികൾക്കെന്തൊരു സൗന്ദര്യമായിരുന്നു. പൂക്കൾ വിരിച്ചുവെച്ച പരവതാനി പോലെയായിരുന്നു അന്ന് ഈ കാട്ടുപാതകൾ. ഇന്ന് പക്ഷേ അവയ്ക്ക് ശവപ്പറമ്പിലെ വഴികളേക്കാൾ ഭീകരതയുണ്ട്. വഴിയിലുടനീളം കൂർത്ത കല്ലുകളും മുള്ളുകളും അവൻ്റെ കാലിൽ തറയ്ക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ തറച്ചിരിക്കുന്ന മുള്ളിൻ്റെ വേദനയേക്കാൾ വലുതല്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് അവനതൊന്നും കാര്യമാക്കുന്നില്ല. ആകാശം മേഘാവൃതമാണ്. ചന്ദ്രൻ ഇടയ്ക്കിടെ മേഘങ്ങൾക്കിടയിലൂടെ ഉളി കണ്ണിട്ട് നോക്കുന്നുണ്ട്. താൻ സ്നേഹിച്ച ചന്ദ്രികയെപ്പോലെ തന്നെ ഈ ചന്ദ്രനും തന്നെ ഒളിച്ചു നോക്കി പരിഹസിക്കുകയാണോ എന്ന് രമണന് തോന്നി. കാറ്റിൽ മരങ്ങൾ ഉലയുന്നത് കാണുമ്പോൾ അവ കൈകൾ വീശി വേണ്ട രമണ തിരിച്ചു പോകൂ എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ രമണന്റെ ചെവിയിൽ ഇപ്പോൾ മുഴങ്ങുന്നത് ചന്ദ്രികയുടെ ചിരിയല്ല, മറിച്ച് മരണത്തിൻ്റെ കുളിരുള്ള ക്ഷണമാണ്. അവൻ മുന്നോട്ട് തന്നെ നടന്നു. ഓരോ ചുവടും മരണത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണ്. അവൻ നടന്നു ചെന്നെത്തിയത് അവർ എന്നും കാണാറുള്ള ആ പഴയ സ്ഥലത്താണ്, ആ പ്രൈവറ്റ് റൂം. അവിടെ ഇപ്പോൾ കൂരിരുട്ടാണ്. ആ ഇരുട്ടിനു പോലും ഒരു ഗന്ധമുണ്ട്, നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ ഗന്ധം. അവൻ അവിടെയുള്ള ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു. ഈ മരത്തിനടിയിൽ വെച്ചാണ് അവൻ അവൾക്ക് ആദ്യമായി ഓടക്കുഴൽ വായിച്ചു കേൾപ്പിച്ചത്. ഇവിടെ വെച്ചാണ് അവൾ അവൻ്റെ മടിയിൽ തലവെച്ച് കിടന്നത്. ഓരോ ഓർമ്മയും ചുട്ടുപഴുത്ത ഇരുമ്പാണി പോലെ അവൻ്റെ മനസ്സിലിറങ്ങുന്നു. ഇവിടെ വെച്ച് തുടങ്ങിയത് ഇവിടെ വെച്ച് തന്നെ അവസാനിക്കണം, അവൻ സ്വയം പറഞ്ഞു. രമണൻ ചുറ്റും നോക്കി. കാട്ടിലെ വള്ളിപ്പടർപ്പുകൾ പാമ്പുകളെ പോലെ തൂങ്ങിക്കിടക്കുന്നു. പണ്ടീ വള്ളികളിൽ ഊഞ്ഞാൽ കെട്ടി ആടിയതാണ്. ഇന്നീ വള്ളികൾക്ക് വേറൊരു ഉപയോഗമാണ് അവൻ കാണുന്നത്. അവൻ ബലമുള്ളൊരു വള്ളി തിരഞ്ഞെടുത്തു. പ്രകൃതി ഒരുക്കിയൊരു കുരുക്ക്. ചന്ദ്രികയുടെ കഴുത്തിൽ മംഗളസൂത്രം വീണപ്പോൾ തൻ്റെ കഴുത്തിൽ ഈ വള്ളി വീഴണമെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടാകാം. എന്തൊരു വിരോധാഭാസമാണല്ലേ! ഒരുവൾക്ക് വിവാഹമാല്യം, മറ്റൊരുവന് മരണക്കുരുക്ക്. അവൻ ആ വള്ളി കൈകളിലെടുത്തു. അതിനു നല്ല തണുപ്പുണ്ട്. ചന്ദ്രികയുടെ കൈകളേക്കാൾ വിശ്വസ്തത ഈ വള്ളികൾക്കുണ്ടാവുമെന്ന് അവൻ കരുതി കാണും. കാരണം ഇത് പിടിവിടുമെന്ന് പേടിക്കണ്ടല്ലോ. അവൻ ആ മരത്തിലേക്ക് നോക്കി പറഞ്ഞു, നീയായിരുന്നു ഞങ്ങളുടെ സാക്ഷി. ഇപ്പോൾ എൻ്റെ അവസാന യാത്രയ്ക്കും നീ തന്നെ സാക്ഷിയാകണം. മരം ഇലകൾ അനക്കാതെ നിശബ്ദമായി നിന്നു. പ്രകൃതിക്ക് വികാരങ്ങളില്ലല്ലോ, അത് വെറും കാഴ്ചക്കാരൻ മാത്രമാണ്. രമണൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കടലാസ് കഷ്ണമെടുത്തു. മദനനു വേണ്ടി എന്തെങ്കിലും എഴുതണമെന്ന് അവന് തോന്നിയിരുന്നു. പക്ഷേ പേനയോ മഷിയോ ഒന്നും കയ്യിലില്ല. അവൻ തൻ്റെ വിരൽ കടിച്ചു മുറിച്ചു. ആ ചോര കൊണ്ട് ഒരു ഉണങ്ങിയ ഇലയിൽ അവൻ എന്തോ കുറിച്ചു. മദന, എന്നോട് ക്ഷമിക്കൂ, ഞാൻ തോറ്റുപോയി. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇല അവൻ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ലിത്തിനടിയിൽ വെച്ചു.
കാറ്റതിനെ പറത്തിക്കൊണ്ടുപോകാതിരിക്കാൻ. സമയം അതിക്രമിച്ചുകൊണ്ടിരുന്നു. ദൂരെ എവിടെയോ ഒരു നായ ഓരിയിടുന്നത് കേൾക്കാം. മരണത്തിൻ്റെ വരവറിയിക്കുന്ന ശകുനമാണെന്ന് പഴമക്കാർ പറയും. രമണൻ ആകാശത്തേക്ക് നോക്കി. വിട, ഈ ലോകമേ വിട. പാവപ്പെട്ടവന് സ്നേഹിക്കാൻ അനുവാദമില്ലാത്ത ഈ ക്രൂരമായ ലോകത്തോട് എനിക്ക് വെറുപ്പാണ്, അവൻ മനസ്സിൽ പറഞ്ഞു. ഇനി ഒട്ടും വൈകിക്കണ്ട. ഓരോ നിമിഷവും അവന് യുഗങ്ങൾ പോലെയാണ് തോന്നുന്നത്. അവൻ തയ്യാറെടുത്തു. ജീവിതമെന്ന ഭാരം ഇറക്കി വയ്ക്കാൻ സമയമായി. നേരം വെളുത്തു. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു. പതിവിലും ചുവന്ന നിറമായിരുന്നു സൂര്യന്. കാടുണർന്നു. കിളികൾ ചിലയ്ക്കാൻ തുടങ്ങി. മലമുകളിലെ ആ ചെറിയ കുടിലിൽ മദനൻ ഞെട്ടിയുണർന്നു. അവൻ പതിവുപോലെ വശത്തേക്ക് നോക്കി. അവിടെ ശൂന്യമാണ്. രമണന്റെ പായ ഒഴിഞ്ഞുകിടക്കുന്നു. മദനന്റെ നെഞ്ചിൽ ഒരു കുള്ളിയാൻ മിന്നി. ദൈവമേ, ഇന്നലെ രാത്രി അവൻ... മദനൻ പാതിവഴിയിൽ ചിന്ത നിർത്തി. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. അവൻ മീൻ പിടിക്കാൻ നേരത്തെ പോയതായിരിക്കും. മദനൻ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മദനൻ പുറത്തിറങ്ങി. രമണ എന്നുറക്കെ വിളിച്ചു. മറുപടിയില്ല. മലനിരകളിൽ ആ ശബ്ദം തട്ടിപ്രതിധ്വനിച്ചു. മദനൻ അരുവിയിലേക്കോടി. അവിടെ ആരുമില്ല. പാറക്കെട്ടുകളിൽ നോക്കി. അവിടെയുമില്ല. മദനന്റെ ഉള്ളിലെ പേടി കൂടിക്കൂടി വന്നു. അവന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ കാടിന്റെ ഉള്ളിലേക്ക്, രമണൻ സാധാരണ പോകാറുള്ള ആ രഹസ്യ സങ്കേതത്തിലേക്ക് ഓടി. വഴിയിൽ മുള്ളുകൾ കൊണ്ട് അവന്റെ കാലുകൾ മുറിഞ്ഞു. പക്ഷെ അതൊന്നും അവൻ അറിഞ്ഞില്ല. അവൻ ആ മരക്കൂട്ടത്തിനടുത്തെത്തി. ദൂരെ നിന്ന് തന്നെ അവൻ ആ കാഴ്ച കണ്ടു. കാറ്റിലെന്തോ നാടുന്നുണ്ട്. മദനൻ ഓട്ടം നിർത്തി. അവന്റെ ശ്വാസം നിലച്ചുപോയി. കണ്ണിരുട്ടടിക്കുന്നത് പോലെ. ഇല്ല, ഇല്ല, അവൻ അലറിക്കരഞ്ഞു. അത് രമണനായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ കൂട്ടുകാരൻ. ആ വള്ളിപ്പടർപ്പിൽ ഒരു വാടിയ പൂവ് പോലെ അവൻ തൂങ്ങിക്കിടക്കുന്നു. കാറ്റത്ത് അവൻ്റെ ശരീരം മെല്ലെ ആടുന്നുണ്ട്. മദനൻ ഓടിച്ചെന്ന് ആ മരത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാട് മുഴുവൻ നടുങ്ങിപ്പോകുന്ന കരച്ചിൽ. എടാ ചതിയാ, നീ എന്നെ തനിച്ചാക്കി പോയല്ലോ. ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന്. നീ എന്തിനാ ഇത് ചെയ്തത്? മദനന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ രമണൻ എവിടെയില്ലല്ലോ. അവന്റെ മുഖം ശാന്തമായിരുന്നു. ഇത്രയും നാൾ അനുഭവിച്ച വേദനകളിൽ നിന്ന് മോചനം കിട്ടിയതിൻ്റെ സമാധാനം ആ മുഖത്തുണ്ടായിരുന്നു. മദനൻ വിറയ്ക്കുന്ന കൈകളോടെ രമണന്റെ ശരീരം താഴെ ഇറക്കി അവന്റെ മടിയിൽ കിടത്തി. അപ്പോഴാണ് മരച്ചുവട്ടിലെ കല്ലിനടിയിൽ വെച്ചിരുന്ന ആ ഇല അവൻ കണ്ടത്. ഉണങ്ങിയ ചോരയിൽ എഴുതിയ ആ വാക്കുകൾ. മദന, എന്നോട് ക്ഷമിക്കൂ. അത് വായിച്ചതും മദനൻ അലമുറിയിട്ടു. ഞാൻ ആരോടാ ക്ഷമിക്കേണ്ടത്? നിന്നോടോ, അതോ ഈ ക്രൂരമായ വിധിയോടോ? അവൻ രമണന്റെ തണുത്തുറഞ്ഞ കവിളിൽ ഉമ്മ വെച്ചു. ആ ശരീരം ഇനി ഒരിക്കലും ചൂടാകില്ല എന്ന സത്യം അവനെ തളർത്തിക്കളഞ്ഞു. പ്രകൃതി പോലും ആ സമയം നിശബ്ദമായി. കിളികൾ പാട്ട് നിർത്തി. കാറ്റ് വീശുന്നില്ല. ആ വലിയ കാട്ടിൽ മദനന്റെ തേങ്ങലുകൾ മാത്രം ബാക്കിയായി. അവൻ ആലോചിച്ചു, ആർക്കു വേണ്ടിയാണോ ഇവൻ മരിച്ചത്? അവളിപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? ഭർത്താവിൻ്റെ കൂടെ സുഖമായി ഉറങ്ങുകയായിരിക്കുമോ? അതോ എന്തെങ്കിലും ദുശ്ശകുനം കണ്ട് ഞെട്ടിയുണർന്നിട്ടുണ്ടാകുമോ? അറിയില്ല. എന്തായാലും രമണന്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒരു സാധാരണ ഇടയന്റെ അസാധാരണമായ പ്രണയകഥയ്ക്ക് രക്തം കൊണ്ടൊരു പൂർണ്ണവിരാമം. നാട്ടുകാർ വിവരമറിഞ്ഞു ഓടിക്കൂടി. അയ്യോ, പാവം ചെറുക്കൻ, പ്രേമം തലയ്ക്ക് പിടിച്ചതാ എന്ന് ചിലർ പറഞ്ഞു. അല്ല, വിധി അങ്ങനെയൊക്കെയാണ് എന്ന് മറ്റു ചിലർ. എല്ലാവരും കാഴ്ചക്കാരായിരുന്നു. മദനൻ മാത്രം അവിടെ ഒരു ശില പോലെയിരുന്നു. അവനിനി കരയാൻ കണ്ണുനീരില്ല. അവൻ്റെ ഉള്ളിലിപ്പോൾ രമണനില്ലാത്ത ലോകത്തോടുള്ള വെറുപ്പ് മാത്രമാണ്. ഈ മലനിരകളും കാടും അരുവിയും എല്ലാം അവന് ശത്രുക്കളെ പോലെ തോന്നി. തൻ്റെ കൂട്ടുകാരനെ സംരക്ഷിക്കാൻ കഴിയാത്ത പ്രകൃതിയെ അവൻ വെറുത്തു. അങ്ങനെ രമണൻ എന്ന അധ്യായം അഗ്നിയിൽ എരിഞ്ഞടങ്ങാൻ പോവുകയാണ്. പക്ഷെ മദനൻ ബാക്കിയുണ്ട്. ഈ കഥ ലോകത്തോട് വിളിച്ചു പറയാൻ. ചതിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ സ്മാരകമായി അവൻ ജീവിക്കും. രമണന്റെ മരണം വെറുമൊരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണെന്ന്, സമൂഹവും ജാതിയും പണവും ചേർന്ന് നടത്തിയ കൊലപാതകമെന്ന് അവൻ ലോകത്തോട് വിളിച്ചു പറയും. രമണന്റെ ശരീരം ചിതയിലെരിഞ്ഞ് തീർന്നു. പക്ഷേ ആ തീ അവിടെ അണഞ്ഞില്ല. അത് മദനന്റെ നെഞ്ചിലേക്കാണ് പടർന്നത്. മദനൻ പിന്നെ ആ കാട്ടിൽ തനിച്ചായി. പണ്ട് 2 പേർ ഇരുന്നിരുന്ന പാറക്കെട്ടുകളിൽ ഇപ്പോൾ ഒരാൾ മാത്രം. അവൻ ആ ഓടക്കുഴൽ തപ്പിയെടുത്ത് കയ്യിൽ വെച്ചു. അതിൽ നിന്ന് പാട്ടുകൾ വരുന്നില്ല,
മറിച്ച് രമണന്റെ ശ്വാസമാണ് അതിൽ തങ്ങി നിൽക്കുന്നതെന്ന് അവന് തോന്നി. അവൻ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഓരോ മരവും അവനോട് രമണൻ എവിടെ എന്ന് ചോദിക്കുന്നതുപോലെ. മദനൻ ഭ്രാന്തനെപ്പോലെ മറുപടി പറഞ്ഞു, അവൻ പോയി, എന്നെ പറ്റിച്ചുപോയി. ഇവിടെയാണ് കഥയും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നത്. സുഹൃത്തുക്കളെ, രമണൻ എന്ന ഈ കൃതി വെറുമൊരു ഭാവനയല്ലെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ മദനൻ എന്ന് പറയുന്നത് കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തന്നെയാണ്. രമണൻ എന്നത് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തും കവിയുമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയും. 1936 കേരളത്തെ നടുക്കിയ ഒരു ആത്മഹത്യയായിരുന്നു അത്. പ്രണയനൈരാശ്യം മൂലം കൊല്ലം നഗരത്തിലെ ഒരു ബാങ്ക് ലോക്കറിൽ വിഷം കഴിച്ചു മരിച്ച നിലയിലാണ് ഇടപ്പള്ളിയെ കണ്ടെത്തിയത്. ആ മരണം ചങ്ങമ്പുഴയെ തകർത്തുളച്ചു. തൻ്റെ കൂട്ടുകാരനു വേണ്ടി അദ്ദേഹം പണിത സ്മാരകമാണ് രമണൻ എന്ന ഈ കൃതി. രമണൻ മരിച്ചപ്പോൾ മദനൻ അനുഭവിച്ച അതേ വേദനയാണ് ഇടപ്പള്ളി മരിച്ചപ്പോൾ ചങ്ങമ്പുഴയും അനുഭവിച്ചത്. ചങ്ങമ്പുഴ എഴുതിയത് മഷി കൊണ്ടല്ല, മറിച്ച് സ്വന്തം കണ്ണീരുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. മലയാള നാടുള്ളിടത്തോളം കാലം നിന്നെ ആരും മറക്കില്ല എന്ന് ചങ്ങമ്പുഴ തൻ്റെ സുഹൃത്തിന് കൊടുത്ത വാക്ക് അദ്ദേഹം പാലിച്ചു. ഇന്നും മലയാളികൾക്ക് ഇടപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് രമണനെയാണ്. ഒരുപക്ഷെ രമണൻ ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശസ്തനാകില്ലായിരുന്നു. മരണം അവനെ അനശ്വരനാക്കി. ഈ കഥ പുറത്തിറങ്ങിയ കാലത്ത് കേരളത്തിലുണ്ടായ തരംഗമൊന്ന് ആലോചിച്ചു നോക്കൂ. അക്ഷരാഭ്യാസമില്ലാത്തവർ പോലും രമണനിലെ വരികൾ മനഃപ്പാഠമാക്കി നടന്നിരുന്നു. വയലുകളിൽ പണിയെടുക്കുന്നവർ, വള്ളം തുഴയുന്നവർ, വിദ്യാർത്ഥികൾ എല്ലാവരും രമണനെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടു. കാനനഛായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന വരികൾ പാടാത്ത ചുണ്ടുകൾ അന്ന് കുറവായിരുന്നു. അത് വെറുമൊരു പാട്ടായിരുന്നില്ല, ഒരു തലമുറയുടെ മുഴുവൻ വികാരമായിരുന്നു. പ്രണയിക്കുന്നവർക്ക് അത് വേദപുസ്തകമായി മാറി. രമണന്റെ മരണം സമൂഹത്തിന് നേരെ പിടിച്ച് ഒരു കണ്ണാടിയായിരുന്നു. പണത്തിനും ജാതിക്കും വേണ്ടി മനുഷ്യന്റെ വികാരങ്ങളെ ബലി കഴിക്കുന്ന രീതിക്കെതിരെ ചങ്ങമ്പുഴ തൊടുത്തുവിട്ട ഒരസ്ത്രം. ആ അസ്ത്രം ചെന്നു തറച്ചത് സദാചാരവാദികളുടെ നെഞ്ചത്താണ്. എന്തിനാണ് ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്നത് എന്ന് പലരും അന്ന് ചോദിച്ചു. പക്ഷേ ചങ്ങമ്പുഴ പറഞ്ഞത് ആത്മഹത്യയെക്കുറിച്ചല്ല, മറിച്ച് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹിക്കാൻ അറിയാത്തവർക്ക് ജീവിക്കാനും അർഹതയില്ല എന്ന വലിയ സത്യം. കഥയിലേക്ക് തിരികെ വന്നാൽ മദനൻ ഒടുവിൽ ആ കാട് വിട്ടിറങ്ങുകയാണ്. രമണനില്ലാത്ത കാട് അവന് വെറുമൊരു ശവപ്പറമ്പാണ്. അവൻ പോകുമ്പോൾ ആ ഓടക്കുഴൽ കൂടെ കൊണ്ടുപോയി. അതായിരുന്നു രമണന്റെ ആത്മാവ്. മദനൻ പിന്നീട് എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ അവൻ കവിയായി മാറിയിട്ടുണ്ടാകാം. ലോകത്തോട് മുഴുവൻ തൻ്റെ കൂട്ടുകാരൻ്റെ കഥ പാടി നടന്നിട്ടുണ്ടാകാം. ഓരോ പാട്ടിലും രമണന്റെ പേര് അവൻ ചേർത്തുവെച്ചു. അങ്ങനെ മദനനിലൂടെ രമണൻ വീണ്ടും ജീവിച്ചു. ഇന്ന് നമ്മൾ ആ മലനിരകളിലേക്ക് പോയാൽ അവിടെ രമണനെ കാണില്ല. പക്ഷെ കാറ്റിൽ ശ്രദ്ധിച്ചു കേൾക്കാം, ഒരു ഓടക്കുഴൽ വിളി കേൾക്കാമെന്ന് പഴമക്കാർ പറയുന്നു. പ്രണയിക്കുന്നവർക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു സംഗീതം. ആ സംഗീതം നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ്. ശരീരം മരിച്ചാലും സ്നേഹം മരിക്കില്ല. ചന്ദ്രിക ഒരുപക്ഷെ വലിയ കൊട്ടാരത്തിൽ സന്തോഷവതിയായി ജീവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് നീറി ജീവിച്ചിട്ടുണ്ടാകാം. പക്ഷെ രമണൻ ജയിച്ചു, കാരണം അവൻ സ്നേഹത്തിനു വേണ്ടി മരിച്ചു. ഇനി നമുക്ക് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം. രമണന്റെയും മദനന്റെയും കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാകാം. അത് സ്വാഭാവികമാണ്. കാരണം നമ്മളിലും ഒരു രമണനോ മദനനോ ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർത്ത് കരഞ്ഞവർ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഓർത്ത് വിഷമിച്ചവർ ഒക്കെ നമ്മളിലുണ്ട്. ചങ്ങമ്പുഴ നമ്മളോട് പറയുന്നത് കരയാൻ മടിക്കണ്ട എന്നാണ്. കണ്ണീർ മനസ്സിനെ ശുദ്ധീകരിക്കും. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നേഹത്തിൻ്റെ വിലയാണ്. ഇന്നത്തെ കാലത്ത് സ്നേഹമെന്നത് വാട്സാപ്പിലെ മെസ്സേജുകളിൽ ഒതുങ്ങുമ്പോൾ ജീവൻ കൊടുത്ത് സ്നേഹിച്ച രമണൻ ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ സൗഹൃദം. മദനനെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടാൻ പുണ്യം ചെയ്യണം. രമണൻ പോയെങ്കിലും മദനൻ അവനെ വിട്ടുപോയില്ല. ഓർമ്മകളിലൂടെ അവൻ രമണനെ കൂടെ കൂട്ടി. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. മലനിരകൾ ഇപ്പോൾ ഇരുട്ടിലാണ്. പക്ഷേ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്നു. അതിൽ 2 നക്ഷത്രങ്ങൾ, ഒന്ന് രമണനും മറ്റേത് മദനനും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുണ്ടാകും.
താഴെ ഭൂമിയിലെ മനുഷ്യർ സ്നേഹത്തിനു വേണ്ടി കലഹിക്കുമ്പോൾ അവർ മുകളിലിരുന്ന് ചിരിക്കുന്നുണ്ടാകും. സ്നേഹിക്കാൻ ഇത്രയും പാടുപെടണോ എന്നവർ ചോദിക്കുന്നുണ്ടാകും. നമ്മൾ തുടങ്ങിയയിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ആ പഴയ മലമടക്കുകൾ, അരുവികൾ, കാറ്റ് എല്ലാം അവിടെ തന്നെയുണ്ട്. കഥാപാത്രങ്ങൾ മാത്രം മാറിമറിയുന്നു. കാലം ആരെയും കാത്തു നിൽക്കില്ലല്ലോ. പക്ഷെ ചില കഥകൾ കാലത്തെയും തോൽപ്പിക്കും. രമണൻ അങ്ങനെ ഒരു കഥയാണ്. 100 വർഷം കഴിഞ്ഞാലും മലയാളികൾ ഈ ഇടയനെ സ്നേഹിക്കും. അവൻ്റെ ഓടക്കുഴൽ വിളി അവരുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. നമുക്ക് ഈ കഥയുടെ ഭാരം ഇറക്കിവെച്ച് വിശ്രമിക്കാനുള്ള നേരമായി. നിങ്ങൾക്കിപ്പോൾ വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയ ആശ്വാസം. രമണന്റെ വേദനയോ ചന്ദ്രികയുടെ നിസ്സഹായതയോ മദനന്റെ സങ്കടമോ ഒന്നും ഇനി നിങ്ങളെ അലട്ടേണ്ടതില്ല. അവരൊക്കെ അവരുടെ ലോകത്ത് ശാന്തരായി ഉറങ്ങട്ടെ. നിങ്ങൾ കിടക്കുന്ന മുറിയിലെ വെളിച്ചമൊന്നുകൂടി കുറയ്ക്കാം. കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. നിങ്ങളുടെ ശ്വാസതാളം ശ്രദ്ധിക്കുക. ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസത്തിലൂടെയും നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ, ആശങ്കകൾ, സങ്കടങ്ങൾ എല്ലാം ഒഴിഞ്ഞു പോകുന്നു. നിങ്ങളെപ്പോൾ സുരക്ഷിതമാണ്. ഈ നിമിഷം, ഈ മുറി, ഈ കിടക്ക, ഇതുമാത്രമാണ് സത്യം. പുറത്തെ ലോകത്തെ തിരക്കുകൾ ഒന്നും ഇവിടേക്ക് കടന്നു വരില്ല. ഒരു തണുത്ത കാറ്റ് നിങ്ങളെ തഴുകുന്നത് സങ്കൽപ്പിക്കുക. അത് രമണന്റെ മലനിരകളിൽ നിന്ന് വരുന്ന കാറ്റല്ല, മറിച്ച് നല്ല ഉറക്കം നൽകുന്ന സാന്ത്വനത്തിൻ്റെ കാറ്റാണ്. നിങ്ങളുടെ ശരീരം ഓരോ നിമിഷവും കൂടുതലായി ചെയ്യുന്നു. കൈകളും കാലുകളും ഭാരമില്ലാത്തതുപോലെ തോന്നുന്നു. മനസ്സൊരു തൂവൽ പോലെ വായുവിൽ ഒഴുകി നടക്കുന്നു. നല്ല സ്വപ്നങ്ങൾ നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്. അവിടെ സ്നേഹം മാത്രമേയുള്ളൂ, വേർപാടുകളില്ല. അവിടെ സന്തോഷം മാത്രമേയുള്ളൂ, കണ്ണീരില്ല. ആ ശാന്തമായ ലോകത്തേക്ക് നിങ്ങൾക്ക് യാത്രയാകാം. നാളെ നേരം വെളുക്കുമ്പോൾ പുതിയൊരു ദിവസം, പുതിയൊരു ഉണർവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുവരെ ഈ രാത്രിയുടെ നിശബ്ദതയിൽ അലിഞ്ഞു ചേരുക. എല്ലാം ശുഭമാണ്. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.